അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ അമ്മമാർ അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ് ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്നത് എന്താ പറയുക, എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഈ ഒരു സമയം വരെ എനിക്ക് കുറേ മെസ്സേജസ് വരുന്നത് സെയിം ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പം എൻ്റെ വാവ പ്രീടേം മിറാക്കിൾ ബേബി ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക, ഇപ്പോൾ ജനിച്ച് മക്കളുണ്ടാവുമല്ലോ, അപ്പോൾ അവർ വെയിറ്റ് വെക്കുകയോ എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്യേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ചിട്ട് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, കുറേ മെസ്സേജസ് വരുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് പ്രീടേം ഡെലിവറി ആയത്, എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്ക് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ പേര്, കാരണം അവർക്ക് ടെൻഷനാണ്, ഈ അമ്മമാർക്ക് അറിയാലോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ ഭാവിക്ക് ഇങ്ങനെ വന്നത്, അങ്ങനത്തെ കുറ്റബോധവും ഡിപ്രഷനൊക്കെ ആവാനുള്ള കുറേ കാരണങ്ങളാണ്. ഞാൻ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എത്തും. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു സീരീസ് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കൂടി ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഡെലിവറി ആയി, അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഇപ്പം ഞാൻ വിചാരിച്ച അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ അതേപോലെ നല്ല കണ്ടൻറ്റോ എന്തെങ്കിലും സ്റ്റോറിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അതും കൂടി ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. കാരണം ഇതിന് മുന്നേ എനിക്കൊരു തീം ഇതേപോലെ വേറൊരു കുട്ടിയാണ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് ചെയ്ത് തുടങ്ങി. അപ്പം തന്നെ പ്രഗ്നൻ്റ് ആയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ അവസ്ഥ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാം ഓക്കെ. വാവയ്ക്ക് 1 വയസ്സും 3 മാസമായി. അപ്പോൾ എന്തായാലും വാവേൻ്റെ ജേണിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം മുതൽ പറയാം, എനിക്ക് ഞാൻ കൺസീവ് ആണെന്ന് അറിഞ്ഞ ദിവസം മുതൽ, അപ്പോൾ ഞാനൊരു 1.5 മാസം മുന്നേ മുതൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ PCODൻ്റെ എക്സസൈസ്, ഡയറ്റ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് പ്രശ്നമൊന്നുമില്ല, ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഒരു മാസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസം കൊണ്ട് എൻ്റെ ശരീരം ഓക്കെ ആവുമായിരിക്കും. അപ്പോൾ എനിക്ക് എന്താ പറയുക, പെട്ടെന്ന് കൺസീവ് ആവാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ എന്താ പറയുക ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. പക്ഷെ 1 മാസം കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എല്ലാം നടക്കും എന്നുള്ളത് ഫസ്റ്റ് തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ PCOD ഉള്ള ഈ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കുന്നവരോടുള്ളതാണ്, നിങ്ങൾക്ക് വിചാരിച്ച് നടക്കാത്ത കാര്യമേ ഇല്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആവുന്നതുകൊണ്ടാണ് മെയിനായിട്ട് നിങ്ങൾക്ക് ഈ PCOD അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ എൻ്റെ കേസ് പോലെ 1 മാസം കൊണ്ട് എന്നായിരിക്കില്ല, ചിലർക്ക് 3, 4, 5, 6, 1 കൊല്ലം ചിലപ്പോൾ വേണ്ടി വരും. അത് നമ്മുടെ PCOD എങ്ങനെയുണ്ടോ അതിനനുസരിച്ചിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആവണ്ട. ഇപ്പോൾ എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉള്ള കാലമല്ലേ, അപ്പം ആ കൺസീവ് ആവില്ലേ ആ ഒരു ടെൻഷൻ അടിക്കണം. അപ്പം നിങ്ങൾക്ക് ഉള്ളിൽ ടെൻഷൻ മാറ്റിയാൽ തന്നെ ചിലപ്പം പെട്ടെന്ന് കൺസീവ് ആവാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പം ടെൻഷൻ മാറ്റി വെച്ചിട്ട് ദൈവത്തിനെ വിചാരിച്ചിട്ട് എന്താ പറയുക, നിങ്ങളെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാം. എക്സസൈസ്, അതേപോലെ ഹെൽത്തി ഡയറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാം. പിന്നെ നല്ലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഒരിക്കലും ഞാൻ ഇംഗ്ലീഷ് മരുന്ന് ഓവറായിട്ട് പ്രിഫർ ചെയ്യൂല, കാരണം എല്ലാ മെഡിസിൻസിനും അതിൻ്റെതായ ബാഡ് എഫക്ട്സ് ഉണ്ട്. കാരണം ഞാൻ മെഡിസിൻ എടുത്ത സമയത്ത് ഞാൻ നല്ല മെലിഞ്ഞൊരാളായിരുന്നു. ഞാൻ തടിക്കാൻ തുടങ്ങിയത് ഒരു ആവറേജ് തടിയൊക്കെ ആവാൻ തുടങ്ങിയത് ഈ ഒരു മെഡിസിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അതിലുള്ളത് ഞാനിവിടെ ഷെയർ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങൾ മെഡിസിൻ എടുക്കേണ്ടതല്ല പറയുന്നത്, മാക്സിമം നാച്ചുറലായിട്ട് എക്സസൈസ് ചെയ്തിട്ടും ഡയറ്റ് ചെയ്തിട്ടും ഒക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യുക, എന്തായാലും കൺസൾട്ട് ചെയ്യുക. കാരണം ഒട്ടുമിക്ക ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്താൽ തന്നെ മാറേണ്ടതാണ്. അപ്പം എൻ്റെ ഒരു അഡ്വൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എനിക്ക് വന്ന എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഞാൻ നല്ല തടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോ ഞാൻ എന്തായാലും ഗാലറിയിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. കാരണം ഫോൺ ഈ ഇടയ്ക്ക് എറിഞ്ഞിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നല്ലോണം പെട്ടെന്ന് തടി വെച്ചു. പിന്നെ ഞാനത് ബാലൻസ് ചെയ്ത് കുറഞ്ഞു വന്നു. കാരണം ഫാസ്റ്റ് ഫുഡ് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. അതേപോലെ മിറിണ്ട, ലേസ് കാര്യങ്ങൾ, യിപ്പി, ഇതൊക്കെ മെയിൻ ഫുഡായിരുന്നു. അങ്ങനത്തെ ഫുഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഷുഗർ എന്ന് പറയുന്ന സാധനം നല്ല രീതിക്ക് കൺട്രോൾ ചെയ്യുക. കാരണം അത് ഇൻസുലിൻ്റെ നമുക്കറിയാമല്ലോ, ഇൻസുലിൻ വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് PCOD കാര്യങ്ങളൊക്കെ വരും. അപ്പം എന്തായാലും നല്ല നാച്ചുറൽ റെമഡി നോക്കിയിട്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പം അങ്ങനത്തെ കേസാണെങ്കിൽ എന്തായാലും കൺസൾട്ട് ചെയ്ത് ടാബ്ലറ്റ് എടുക്കുക. അപ്പോൾ നിങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. അപ്പം അതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഈ കൺസീവ് ആയ സമയത്ത് എന്താ പറയുക, പിന്നെ നമ്മൾ ഫുള്ള് ഭാവിക്ക് വേണ്ടിയിട്ടില്ല. അപ്പം ഫസ്റ്റത്തെ 3 മാസം നമ്മൾ ഡോക്ടർ പറയും
നിങ്ങളിപ്പം ഒരു വീക്ക് പ്രഗ്നൻസി സമയമാണ്, ഒരു 3 മാസം കഴിഞ്ഞാൽ ഇത് നമുക്ക് അവിടെ തന്നെ വാവ് നല്ല ഹെൽത്തി ആയിട്ടുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മന്ത് നമുക്ക് ആയ സമയത്ത്, പ്രഗ്നൻ്റ് ആയ സമയത്ത് എല്ലാവരോടും പറയാനുള്ളൊരു ആകാംക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വീട്ടിൽ പറയണം, ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയണം. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ടെസ്റ്റ് ചെയ്താൽ 2 ലൈന് കാണുമ്പോഴുള്ളൊരു സന്തോഷം, അത് ഭയങ്കര സന്തോഷമാണ്. സന്തോഷമോ സങ്കടമോ എല്ലാം കൂടി വരുന്നൊരു സമയം. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാണ്ട് വരികയും ചെയ്തു. ആ സമയത്ത് എനിക്ക് കുറച്ച് വേറെ പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് ഡ്രോപ്പ് ആയെങ്കിൽ പോലും ഇതായാലും PCOD ഉണ്ടായിട്ട് പോലും പ്രഗ്നൻ്റ് ആയല്ലോ എന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതൊരു ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല. അപ്പോൾ നിങ്ങൾ എന്താ ഒരു 3 months നോക്കിയിട്ട് അപ്പം ബീറ്റ എക്സ്ചേഞ്ചിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും നല്ല ഹെൽത്തി പ്രഗ്നൻസിയാണ്, പിന്നെ നിങ്ങൾക്ക് ഫാമിലിയിലൊക്കെ റിവീൽ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 3 മാസം എന്ന് പറയുന്നത് ശരിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്. കൂളായിട്ട് കാണുന്നവരുണ്ട് കേട്ടോ, വരുന്നിടത്ത് വെച്ച് കാണട്ടെ. പക്ഷേ PCOD ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ടെൻഷനായിരുന്നു. നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ് എടുക്കും. കാരണം ഞാൻ ഡെയിലി എന്ന് പറയുന്നത് കാർഡ് വാങ്ങി ചെക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പോസിറ്റീവ് ലൈൻ കാണിക്കുന്നുണ്ടോ, ഡാർക്കായോ. കാരണം ഫസ്റ്റ് എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ഫെയിൻ ലൈനായിരുന്നു, നല്ല ലൈറ്റ് ആയിട്ടില്ല. അതും ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത് ഇപ്പം പീരിയഡ്സ് കഴിഞ്ഞ് 1 മാസത്തിന് മുന്നേ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് എനിക്ക് ലൈന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 മാസം ഭയങ്കര സ്ട്രെസ് എനിക്ക് ഫസ്റ്റ് തന്നെ വന്നു. അത് കഴിഞ്ഞ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് തല ഇറങ്ങി വീഴലും അതേപോലെ വോമിറ്റിങ്, എനിക്ക് ഫസ്റ്റ് മുതലേ വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മളിപ്പം പീരിയഡ്സ് ആയി പിറ്റേ മന്ത് മിസ്സായി കഴിഞ്ഞാലാണല്ലോ ചെക്ക് ചെയ്യുക. അതിന് മുന്നേ തന്നെ എനിക്ക് സിംറ്റംസ് വന്നിട്ടുണ്ട്. ഞാൻ വോമിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, തല കറങ്ങി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു, ഇതെന്താ 1 മാസത്തിന് മുന്നേ തന്നെ അറിയാനും ഇതേപോലെ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഞാൻ ഡെലിവറി കഴിയുന്ന വരെ എനിക്ക് വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വോമിറ്റിംഗ് എന്ന് പറയുന്നതും എൻ്റെ അമ്മോ ആ സമയത്ത് തീരെ പറ്റില്ല. നമ്മൾ തലേ ദിവസം കഴിച്ച ഫുഡ് വരെ വോമിറ്റ് ചെയ്ത് പോകും. ഇഷ്ടമില്ലാത്ത അടുത്ത് കൂടെ മണം കിട്ടിയ അപ്പോൾ വോമിറ്റ് ചെയ്യും. ചില ഡ്രസ്സിൻ്റെ സ്മെല്ല്, അതുപോലെ ഈ സ്പ്രേൻ്റെ സ്മെല്ല്, അങ്ങോട്ടൊന്നും എനിക്ക് പറ്റില്ലായിരുന്നു. എനിക്ക് ഒരു പ്രത്യേക ഛർദിയായിരുന്നു, ഫുൾ ഛർദ്ദിച്ച് പോകും. പക്ഷെ ഛർദ്ദിച്ച് പോയി കഴിഞ്ഞാൽ ഓക്കെ, പക്ഷെ നമ്മുടെ ബോഡി വീക്ക് ആവുമല്ലോ. പിന്നെ തല കറങ്ങി വീഴുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് മിംസിലായിരുന്നു. മിംസ് കാണിച്ച ഡോക്ടറൊക്കെ അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ തീരെ പറ്റാഞ്ഞത്, നമ്മൾ ചെറിയ എന്തെങ്കിലും ആയിട്ട് ചെല്ലുമ്പോൾ തന്നെ ഇവർ അഡ്മിറ്റ് ആക്കി കളയും. അപ്പം അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ ലേബർ റൂം അഡ്മിഷനാണ്. അപ്പോൾ ലേബർ റൂമിൽ ശരിക്കും നമുക്ക് അപ്പുറത്തും ഇപ്പുറത്ത് കിടന്ന് ഈ ഡെലിവറിക്ക് വേണ്ടി കരയുന്ന ആൾക്കാരെ കരച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ടെൻഷനാവും, ഈശ്വര ഇനിയിപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞാൽ ഞാനാണല്ലോ അവിടെ ഇപ്പോൾ ഇതേപോലെ കിടക്കേണ്ടത്, അപ്പോൾ ഇതേപോലെ കീറുമല്ലോ. പിന്നെ ബേബീസിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു സമാധാനം വരും കേട്ടോ. അപ്പോൾ അയ്യോ ഇതേപോലെ വാങ്ങാൻ കിട്ടും, നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. പക്ഷേ ഈ ഒരു എന്താ പറയുക, കരച്ചിലും കാര്യങ്ങളും കേൾക്കുമ്പോൾ ശരിക്കും നമ്മൾ മെൻ്റലി തളർന്നു പോകും. അപ്പോൾ അങ്ങനെ മിംസിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അഡ്മിറ്റായി. അപ്പോൾ ശരിക്കും എനിക്ക് അവിടെ ഇനി വേണ്ട എന്ന് തോന്നാനുള്ള കാരണം, ഞാൻ ഇതേപോലെ എനിക്ക് തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ലേബർ റൂമിലാണ് പെട്ടെന്ന് കൊണ്ടുപോകുക. കാരണം എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ലേബർ റൂമിലാണല്ലോ ഗർഭിണികളെ കൊണ്ടുപോകുക. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് തീരെ വയ്യ, ചുമ, എന്താ പറയുക, ശ്വാസതടസ്സം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് AC ആണല്ലോ, ഞാൻ നേരെ ഇതിൻ്റെ താഴെയാണ് കിടക്കുന്നത്. എനിക്കാണെങ്കിൽ വിറച്ച് കിടക്കാം, പക്ഷെ ഒരു സൈഡ് തന്നെ ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നേരെ കിടന്നാൽ മതി. അപ്പോൾ ഡോക്ടർ വന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും, അവിടുത്തെ സ്റ്റാഫുകൾ വന്ന് പറയും, നേരെ കിടക്കരുത്, ഭാവിക്ക് പ്രശ്നം. പക്ഷെ എനിക്ക് നേരെ കിടന്നേ പറ്റും, അങ്ങനത്തെ ഒരു അവസ്ഥ, അത്രയും ശ്വാസതടസ്സം, എന്തൊക്കെയൊക്കെയോ അവസ്ഥ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നല്ല തണുക്കുന്നുണ്ടെങ്കിൽ മാറ്റി കിടത്തുമോ എന്നുള്ളത്. ഇവർ മൈൻഡ് ചെയ്തില്ല, കുറേ നേരം നോക്കിയിട്ട് ഒരാളും മൈൻഡ് ചെയ്തില്ല. അന്നത്തോടെ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ അങ്ങോട്ടേക്ക് പോകില്ല. കാരണം അത്രയ്ക്കുള്ള ബാഡായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അവിടെ ലേബർ റൂമിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എല്ലാ സ്റ്റാഫുകളും അങ്ങനെയാണെന്ന് പറയില്ല കേട്ടോ. ആ സമയത്ത് ഷിഫ്റ്റിലുണ്ടായിരുന്ന കുറച്ച് ആൾക്കാരെ പെരുമാറ്റം കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിന്ന് മാറിയത്. കാരണം നമുക്ക് ആ സമയത്ത് ഏറ്റവും വേണ്ടത് എന്താ പറയുക, നല്ലൊരു കെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞാൻ അശോക ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പോൾ അശോകയിലായിരുന്നു ഭർത്താവിൻ്റെ ചേച്ചീൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്, അതേപോലെ തന്നെ കസിൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്, അവരൊക്കെ അവിടെ തന്നെയായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അറിയുന്ന ഡോക്ടറാണല്ലോ, അപ്പോൾ ഡോക്ടർ നല്ല അടിപൊളി ഡോക്ടർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്കാനിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, കാരണം എൻ്റെ കേസ് അങ്ങനെ ആയിപ്പോയി. കാരണം എനിക്ക് എപ്പോഴും തല കറങ്ങി വീഴുക, അപ്പം ഭാവിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് അറിയണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ
തല ഇറങ്ങി വീഴുമ്പം എന്തായാലും നമ്മൾ വയറടിച്ചിട്ട് എത്രയോ പ്രാവശ്യം ഞാൻ വീഴുന്നുണ്ട്. അപ്പം അത് എന്താണ് വാവേൻ്റെ അവസ്ഥ എന്നുള്ളത് അറിയാൻ എന്തായാലും നമ്മൾ സ്കാൻ ചെയ്യണം. അപ്പോൾ വേറൊരു ഹോസ്പിറ്റലാണെങ്കിൽ, സ്കാനിങ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഡോക്ടേഴ്സിന് ചെയ്യാൻ പറ്റും. ഇതിപ്പം ഇവർ എഴുതി തരും, നമ്മൾ അശോകയിൽ പൊറ്റമ്പലാണ് സ്കാനിങ് സെൻ്റർ ഉള്ള, അവിടെ വരെ വരണം, അവിടെ വന്നിട്ടാണ് ഇവർ ഡോക്ടർ എഴുതി തരിക ചെയ്യുന്നത് അവിടേക്ക്. അപ്പോൾ അത് അത്രയും ദൂരം ട്രാവൽ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്നൊക്കെ നമുക്ക് ആയിക്കഴിഞ്ഞാലൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സ്കാനിങ്ങിൻ്റെയും കാര്യങ്ങളുകൊണ്ട് മാത്രമാണ് അതും മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ 6th month ആ ഒരു സമയത്ത് ഞാൻ ഇതേപോലെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ വന്നു. ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡെലിവറി പെയിൻ വേറൊരു പെയിനാണ്. പക്ഷെ ഞാനത് ആ ഒരു പെയിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതാണ് ഡെലിവറി പെയിൻ. അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വന്ന് ഞാൻ വിചാരിച്ചു ഇപ്പോൾ വാവ പുറത്ത് വരുന്നത്. 6th month. അപ്പോൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്തിട്ട് വരും, കാര്യം നമുക്ക് നോക്കാമെന്ന്. ആ സമയത്താണ് ഞാൻ എന്താണ് ഇഷ്യൂ എന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, ഈ പെയിനിന് വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായത് ആ സമയത്താണ്. അപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്ത് ഡോക്ടറെ അടുത്തെത്തിയപ്പോൾ ഡോക്ടർ പറഞ്ഞു സെർവിക്കൽ ലെങ്ത്ത് കുറവാണ്, അതേപോലെ സെർവിക്സ് കുറച്ച് വീക്കാണ്. മീൻസ് ലെങ്ത്ത് കുറഞ്ഞാൽ തന്നെ അതൊരു പ്രശ്നമാണ്, പെട്ടെന്ന് നമുക്ക് ഡെലിവറി ആയിപ്പോവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലോണം കെയർ ചെയ്യണം, ഇനി കിടക്കുമ്പോൾ ഒക്കെ ബെഡിന് താഴെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് ഉയർച്ചയിൽ കിടക്കാം, അങ്ങനെ താഴെയായിട്ട് നേരെയായിട്ട് കിടക്കാതെ കിടക്കുമ്പം ഇഷ്ടികയോ അങ്ങനെ എന്തെങ്കിലും കട്ടിലിൻ്റെ താഴെ വെച്ചിട്ട് കിടക്കാൻ പറഞ്ഞു. അപ്പം അതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം എൻ്റെ കസിന് ഡോക്ടറാണ്. അപ്പം ആളെ MBBS പഠിക്കുന്ന സമയം, അപ്പോൾ പഠിക്കില്ല, അവിടെ വർക്ക് ചെയ്യുമല്ലോ നമ്മൾ. അപ്പോൾ അങ്ങനെ ഉള്ള ടൈം. അപ്പം ഞാൻ എന്തുണ്ടെങ്കിലും ഈ റിസൾട്ടൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ആൾ പറഞ്ഞ് കുറച്ച് ശ്രദ്ധിക്കണം, പെട്ടെന്നൊക്കെ ഡെലിവറി ആയിപ്പോവും. അപ്പോഴാണ് ഞാൻ ഈ പെട്ടെന്ന് ഡെലിവറി ആവുന്ന കേസസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. അതുവരെ നമ്മളിപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആൾ ജനിച്ചു, ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് അത്രേ അറിയണ്ടായിരുന്നുള്ളൂ. ഒരു പ്രീ ടേം ഡെലിവറി അല്ലെങ്കിൽ ലോ വെയിറ്റ് ആയിട്ടുള്ള ബേബീസ് ജനിച്ചിട്ട് നല്ല വെയിറ്റിലേക്ക് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ പ്രീമച്ചുർ ബർത്തിനെ പറ്റിയിട്ട് തന്നെ ഞാൻ അറിയുന്നത് ആ സമയത്താണ്. അതിന് മുന്നേ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഇതേപോലെ 7th month വാവ ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ ഇത്രയും വെയിറ്റ് കുറവാണെന്നുള്ളത് അറിയില്ല. കാരണം വാവനെ ഞങ്ങൾ കാണുമ്പോൾ നോർമൽ ബേബിയാണ്, വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഡോക്ടറെ കാണിച്ച് ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് പെയിൻ വന്ന സമയത്ത് ചെറുതായിട്ടൊരു ബ്ലീഡിങ്. അപ്പം ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, ഗൂഗിളാണല്ലോ നമ്മുടെ ഡോക്ടർ. അപ്പോൾ പെട്ടെന്ന് ഗൂഗിൾ ചെയ്തപ്പോൾ അതിൽ കാണുന്നത് അബോർഷൻ്റെ കേസിൽ ഇങ്ങനെ ബ്ലീഡിങ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം ചില കേസസിൽ വരും, പക്ഷേ അധിക കേസും പ്രഗ്നൻസി സമയത്ത് അബോർഷൻ ആണെന്നാണ് കാണുന്നത്. എനിക്ക് പോയി. അപ്പം ഞാൻ ഈശ്വര അബോർഷൻ. അപ്പം വറുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ബ്ലീഡിങ് ഉണ്ട്, അബോർഷൻ എന്നൊക്കെയാണ് ഞാൻ അതിൽ കാണുന്നത്. അപ്പം വറുത്തിനെ കുറേ ചീത്ത പറഞ്ഞു, ഈ എന്താ പറയുന്നത്, ഗൂഗിളാണല്ലോ ഇപ്പോൾ തീരുമാനിക്കുന്നത്, അത് ചിലപ്പോൾ ഉണ്ടാവുന്നതായിരിക്കും, ഈ വിവരമുള്ള ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു നോക്കുന്ന പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിന് നിൽക്കേണ്ടപ്പോൾ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാൻ നിന്നപ്പം എല്ലാവരും പറഞ്ഞു അത് ഉണ്ടാവും, ചിലർക്ക് ഉണ്ടാവും, ഇനി എന്തെങ്കിലും പെയിന് വരികയാണെങ്കിൽ കാണിച്ചാൽ മതി എന്ന്. അങ്ങനെ ഞങ്ങളത് സ്റ്റോപ്പ് ചെയ്തു, കാണിക്കാൻ പോകുന്ന തീരുമാനം നിർത്തിവെച്ച്. അന്ന് രാത്രി ഇതേപോലെ എനിക്ക് നല്ല പെയിന് വന്നു, ഞാൻ വിളിക്കാനൊക്കെ തുടങ്ങി, അത്രയും പെയിന് വന്നു. അങ്ങനെ പെയിന് വന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അശോകിലെത്തിയ സമയത്ത് ഉള്ളു പരിശോധിക്കുമല്ലോ. അപ്പോൾ PV ചെയ്ത സമയത്ത് സെർവിക്സ് ഓപ്പണാണ്, 1 finger ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 6th month എൻഡിങ്ങിലേക്കാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് അറിയില്ല, നിങ്ങൾ കഴിയുന്നത് വേറെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് എന്തുണ്ടെങ്കിലും അവസാനം നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണല്ലോ അവർ എഴുതുക. അപ്പം മെഡിക്കൽ കോളേജിലേക്ക് എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒരു മെഡിക്കൽ കോളേജിലേക്ക് വേണ്ട, മിംസിലേക്ക് എഴുതി തരാൻ പറഞ്ഞു. പിന്നെ അപ്പം മിംസിലും വേണ്ട, ബേബിയിലേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പം ബേബിയിലേക്ക് റെഫർ ചെയ്ത് തന്നു. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ സീരിയസ് ആയ രോഗിയെ കൊണ്ടുപോകല്ലോ, അതുപോലെയാണ് എന്നെ കൊണ്ടുപോയത് കേട്ടോ അവിടുന്ന്. അപ്പോൾ വേഗം രാത്രി ഞങ്ങൾ ബേബിയിലെത്തിയപ്പം ഒരു ഫസ്റ്റ് മുതലുള്ള നമ്മൾ ഡാറ്റാസും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ പറഞ്ഞു എന്തായാലും ഇന്നിവിടെ അഡ്മിറ്റാണ്, കാരണം പെട്ടെന്ന് ഡെലിവറി ആയിക്കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പം അന്ന് എനിക്ക് ഡെലിവറിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു. വയറ് ക്ലീൻ ചെയ്യുന്നതൊഴികെ ബാക്കി എല്ലാം ചെയ്തു. നമുക്ക് അറിയാലോ, എല്ലാ പ്രൈവറ്റ് പാർട്സൊക്കെ ക്ലീൻ ചെയ്യലും അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു.
ഇപ്പം ഡെലിവറി ഉണ്ടാവും എന്നുള്ള ലെവലെത്തി. ആ സമയത്ത് വാവ 1 കിലോയേ ഉള്ളൂ കേട്ടോ, 1 കിലോ. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 800 600 അത്രയും നോക്കിയാൽ മതി. കാരണം ഫ്ലൂയിഡും എല്ലാത്തിൻ്റെയും വെയിറ്റും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ വാവേൻ്റെ വെയിറ്റ് പറയാം. അപ്പോൾ 1 കിലോ ഉള്ള ബേബി ജനിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അപ്പം എന്നെ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അശോകെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ കേസൊന്നും മീൻസ് പ്രാർത്ഥിക്കുക, ദൈവത്തിനെ പ്രാർത്ഥിക്കുക, അല്ലാണ്ട് വേറൊരു വഴിയില്ല. എന്താ പറയുക, അവിടെ എത്തി കൂളായിട്ടിരിക്കുക, ഭാവിക്ക് 1 കിലോ ഉണ്ടല്ലോ, എങ്ങനെ രക്ഷപ്പെടും, അങ്ങനെ അവരെന്നെ സമാധാനിപ്പിച്ചു. പിന്നെ എന്തുണ്ടെങ്കിലും സഹിക്കാനുള്ള ത്രാണി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തീർന്നു. അങ്ങനെ ബേബിയിലെത്തിയപ്പോഴും ഇവർ തന്നെയാണ് പറയുന്നത്, ചിലപ്പം ഇന്ന് ഡെലിവറി ഉണ്ടാവും, നല്ല കോൺട്രാക്ഷൻ ഉണ്ട്, ഏത് നിമിഷവും ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആകെ ഈശ്വര, ഡെലിവറി ഇപ്പം ഉണ്ടാവും 1 കിലോ. പിന്നെ ഞാൻ വിചാരിച്ച ഡെലിവറി ആയിക്കോട്ടെ. അപ്പോഴെനിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, വാവ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ആ ഒരു സന്തോഷത്തിൽ വിചാരിച്ച ഡെലിവറി ആയിക്കോട്ടെ. പിന്നെയാണ് ഞാൻ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നത്. കാരണം 1 കിലോ ഉണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ 1 കിലോ ഉള്ള കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 600 ഉണ്ടാവുള്ളൂ എന്നുള്ളത് ഞാൻ അപ്പം ആലോചിക്കുന്നില്ല. അപ്പോൾ ഡെലിവറി ഉണ്ടാവും എന്നൊക്കെയുള്ള സമാധാനത്തിൽ ഞാനിങ്ങനെ കിടന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനത്തെ കേസൊക്കെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു, പേടിക്കൊന്നും വേണ്ട. നല്ലൊരു ഡോക്ടറായിരുന്നു കേട്ടോ, ഡോക്ടർ വിന്നി വിജയൻ, ആളെന്നെയാണ് ഡെലിവറി എടുത്തത്. അങ്ങനെ ഞാൻ ആ സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുൾ റിലാക്സായി, ഭാവിയൊക്കെ നേരെയായി, പെയിനൊക്കെ മാറി, ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേപോലെ എന്തായാലും ഇനിയും ഉണ്ടാവും, കാരണം സെർവിക്സ് ഭയങ്കര ഷോർട്ടാണ് ലെങ്ത്ത്, അതേപോലെ തന്നെ സെർവിക്കൽ ലെങ്ത്ത് ഓപ്പൺ ഉണ്ടല്ലോ, സെർവിക്സിൽ 1 ഫിംഗർ ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാവും, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും, കുറച്ച് ദിവസം എന്തായാലും അഡ്മിറ്റ് ആണെന്ന് നോക്കണം, കാരണം എപ്പോൾ വേണമെങ്കിലും ഡെലിവറി ഉണ്ടാവാം, പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഫ്ലാറ്റോ അങ്ങനെ എന്തെങ്കിലും വീടോ വാടകയ്ക്ക് എടുത്തിട്ട് താമസിക്കാൻ പറഞ്ഞു. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് എന്തായാലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു എമൗണ്ട് എത്രയാവും, അതേപോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്രയായിരിക്കും എമൗണ്ട് എന്നുള്ളത് അറിയാം. അപ്പോൾ 1 മാസം 1.5 മാസത്തോളം നമ്മൾ അവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറയുന്ന സമയത്ത് പെർ ഡേ തന്നെ 2000 3000 ആണ് റൂമിന് വരുന്നത്. അപ്പം കാൽക്കുലേറ്റ് ചെയ്താൽ നമ്മൾ ഇതിലൊന്നും എത്തൂല, ബഡ്ജറ്റിലൊന്നും ഒതുങ്ങൂല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ബെറ്റർ ഞങ്ങൾ ചേവായരായതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് പോവാം. ഓരെന്താ പറയുന്നത്, മീൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ചിലപ്പോൾ ഓരങ്ങനെ പറഞ്ഞതായിരിക്കും എന്നാണ് വീട്ടുകാരൊക്കെ പറഞ്ഞത്. നമ്മൾ ആ സമയത്ത് അതൊന്നും ആലോചിക്കില്ലല്ലോ. അപ്പോൾ ഞങ്ങളങ്ങനെ അവസാനം അവിടെ നിന്ന് ബേബിന്ന് നമ്മളെ റിസ്കിൽ എന്ത് ചെയ്തു, ഇവിടുന്ന് ബേബിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറി. അപ്പം മെഡിക്കൽ കോളേജിലെത്തിയ സമയത്ത് അവർ നമ്മുടെ വാവ 2 days വരാം. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ആദ്യം മുതലുള്ള എല്ലാ ചരിത്രങ്ങളും അത് ചോദിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ റെഫർ ചെയ്ത് വന്നതാണല്ലോ ഹോസ്പിറ്റൽ, ബേബിന്ന് റെഫർ ചെയ്ത് വന്നതുകൊണ്ട് ഒരു ചോദിച്ചാൽ എന്തുകൊണ്ട് ബേബിന്ന് വന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഞാൻ വലിയ കുഴപ്പമുള്ള സ്റ്റേജിലല്ല, ഓക്കെയാണ് ഹെൽത്ത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് മുകളിലേക്ക് വിട്ടു. ലേബർ റൂമിൽ അവിടെ കുറേ ഇതേപോലെ സിസ്റ്റേഴ്സും അതുപോലെ പഠിക്കുന്ന MBBS പഠിക്കുന്ന കുട്ടികളും മീൻസ് ഡോക്ടർമാർ എല്ലാവരും ഉണ്ടാവും. വരുമ്പോഴോട് മാറി മറിച്ചും എല്ലാം ചോദിക്കും. ഒരാളല്ലാണ്ട് ചോദിക്കാം, 3-4 ആൾക്കാർ ചോദിക്കും. 3-4 അല്ല, എത്ര ആൾക്കാർ വരുന്ന അവരൊക്കെ നമ്മളോട് ഫുൾ ഡീറ്റെയിൽസ് ചോദിക്കും. അവർക്ക് ഒന്നും വിടാതെ പറയണം, കാരണം ഓരോ ദിവസം ഓരോരുത്തർ വരിക, അപ്പോൾ അവർക്ക് നമ്മളെ കാര്യങ്ങൾ അറിഞ്ഞാലല്ലോ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെയിൻ ഉള്ള സമയത്തൊന്നും ചിലപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കും. കാരണം ഒരാളോടൊക്കെ നമുക്ക് പറയാൻ പറ്റും, 2-3 ആൾക്കാർ വന്നു കഴിഞ്ഞാൽ സെയിം സാധനങ്ങൾ, അതും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, ഗ്യാസിൻ്റെ ഇഷ്യൂ എല്ലാം കൂടി ഇരിക്കും, പറയാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ മെഡിക്കൽ കോളേജിൽ അന്ന് കാണിച്ച് അവിടെ അഡ്മിറ്റായി. കാരണം ഇതേപോലെ അഡ്മിറ്റ് ആവണം, സെർവിക്സ് ഷോർട്ടാണ്, ഇതേപോലെ ഓപ്പണിംഗ് ഉള്ളതുകൊണ്ട് ഒരെന്തായാലും അവിടെ അഡ്മിറ്റ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ ICUലായിരുന്നു HDUലായിരുന്നു അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ തലകറക്കും കാര്യങ്ങളുള്ളതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ബാത്റൂമിലേക്ക് വിടൂല. അവിടെ തന്നെ മറ്റേ സ്റ്റൂളുണ്ടല്ലോ, അതിൽ യൂറിൻ പാസ് ചെയ്യണം, മോഷൻ പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഫുഡ് വരെ കഴിക്കാണ്ടിരിക്കും, കാരണം അങ്ങനെ അതിലൊക്കെ ആൾക്കാർ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് അവിടെ ഇരുന്ന് മോഷനും അതേപോലെ യൂറിനൊക്കെ പാസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ എന്താ പറയുക, തല കിട്ടി കഴിഞ്ഞാൽ ഡോക്ടറൊന്നും കാണാതെ ഞാൻ പോയി ബാത്റൂമിൽ പോയിട്ടൊക്കെ വരും. അല്ലാണ്ട് ഞാൻ അവിടെ ഇരിക്കാൻ കഴിയില്ല, കാരണം പെട്ടെന്ന് നമ്മൾ ചിലപ്പം യൂറിൻ പാസ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്തായിരിക്കും ഇവർ കർട്ടനൊക്കെ നീക്കുക. അടുത്ത പേഷ്യൻറ്റിന് വേണ്ടി കർട്ടൻ വേണമെങ്കിൽ ഇവർ നമ്മൾ ഇതാക്കുന്നൊന്നും നോക്കില്ല, ഒരു ശ്രദ്ധയില്ല, ഒരു
ഇതുമില്ല, അവർ കേട്ടിനൊക്കെ മാറ്റിക്കാളും. അപ്പം അത് നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ശരിക്കും ഫസ്റ്റ് സ്ട്രെസ്സ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ആ 3 മാസം. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് തല ഇറങ്ങി വീഴലും, അതേപോലെ ഈ ഒരു മെഡിക്കൽ കോളേജിൽ എത്തിയ സമയത്ത് ശരിക്കും ഞാൻ മെൻ്റലി ഫിസിക്കലി സൈഡായിപ്പോയി. കാരണം ശരിക്കും ഒരു ജയിലിലിട്ട പോലെ. അങ്ങനെ അഹങ്കാരം കൊണ്ട് പറയില്ല, ഒത്തിരി പേര് അവിടെ നിന്ന് ഡെലിവറി ചെയ്യുന്നുണ്ട്, നല്ല രീതിക്കൊക്കെ പോരുന്നുണ്ട്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വേഴ്സ് അങ്ങനെ പറയാം. കാരണം എനിക്ക് ശരിക്കും ചത്താൽ മതി എന്നൊക്കെ തോന്നി. ബേബി ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇതിനെ കൂടുതൽ എനിക്ക് ഇറങ്ങി ഓടാനൊക്കെ തോന്നിയിട്ട് അത്രയ്ക്ക് വലിയ അവസ്ഥയായിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത. കാരണം അവിടുന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ആണെങ്കിലും അവർ നമുക്ക് ഡിസ്ചാർജ് കാർഡ് മര്യാദയ്ക്ക് എഴുതി തന്നില്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലും ഒരു റിസ്ക് എടുക്കില്ല. കാരണം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, ആ ഒരു കാര്യമുണ്ട്. പിന്നെ അതുമല്ല ഈ ഡോക്ടേഴ്സ് ഈ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉള്ളിൽ പരിശോധിക്കുക, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ജെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഡോക്ടേഴ്സാണ്, ബട്ട് ചിലർ വരുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു ഇത് വരുമല്ലോ, ആ ടെൻഷൻ വരുമല്ലോ. ആ സമയത്ത് ഈശ്വര വേണ്ടായിരുന്നു, ഇവിടെ വേണ്ടായിരുന്നു എന്ന് തോന്നും. പിന്നെ അതേപോലെ നമുക്കൊരു പ്രൈവസി ഇല്ലാത്ത പോലത്തെ അവസ്ഥയാണ്. ബാത്റൂമിൽ പോകാൻ വിടുന്നില്ല, ഒന്നും ചെയ്യില്ല. ഇതേപോലെ നമ്മൾ ഈ കയ്യിലൊക്കെ സൂചിയും കുന്തൊക്കെ കുത്തി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പോവുക? അത് അഴിച്ചു തരാനൊന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയതുകൊണ്ടായിരിക്കും പെട്ടെന്നൊന്നും നമ്മൾ പറയുന്ന പോലെ ഇതൊന്നും അഴിച്ചു തരില്ലല്ലോ. അപ്പോൾ ആകെ അവസ്ഥയായിരുന്നു അങ്ങനെ. പിന്നെ ഡോക്ടർക്ക് വന്ന സമയത്ത് എനിക്ക് നല്ല പെയിൻ ഉള്ളിലുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ പെയിൻ ഒന്നുമില്ല ഡോക്ടർ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പെയിനില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഓപ്പണിങ് ഉണ്ടല്ലോ, അതേപോലെ കോൺട്രാക്ഷൻ ഇത് വന്ന് നോക്കും, വയറ് തൊട്ട് നോക്കും. അപ്പോൾ ആ സമയത്ത് കോൺട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ ആ സമയത്ത് പേവാർഡ് ഉണ്ടല്ലോ മെഡിക്കൽ കോളേജിൽ, നമുക്ക് പേവാർഡ് എടുക്കാമെന്ന് പറഞ്ഞു ഭർത്തും അമ്മയൊക്കെ. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എന്നാലും നോക്കിയിട്ട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നമുക്ക് ബേബിയിലേക്ക് തന്നെ മാറാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ സമയത്തും എനിക്ക് കോൺട്രാക്ഷൻ വരും, നല്ല രീതിക്ക് താഴെ എത്തും, പിന്നെ റിലാക്സ് ആവും. അങ്ങനെ കളിക്കുന്നത് കൊണ്ട് അവരും വിടുന്നില്ല. ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് അവർ ഞങ്ങൾക്ക് പേവാർഡ് തന്നു. പേവാർഡിൽ ഒരു 10 ദിവസത്തോളം നിന്ന് വലിയ പ്രശ്നമൊന്നുമില്ല, പെയിനൊക്കെ മാറി, കോൺട്രാക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു. കാരണം അവിടെ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. പേവാർഡിൽ എത്തിയ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാരണം നമുക്ക് പ്രൈവസി ഉണ്ട്, നമുക്ക് ബാത്റൂം പോവാം, ഫുഡ് വലിയ കഴിക്കാം, അത് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ നമ്മുടെ വാർഡുകളിലുള്ള ബാത്റൂമിൻ്റെ അവസ്ഥ അയ്യോ എന്താ പറയണ്ടേ, നമുക്ക് കാല് വെക്കാൻ പറ്റില്ല, വെള്ളം കെട്ടി നിൽക്കും. ടോയ്ലറ്റൊക്കെ ഇത്ര വലുപ്പേ ഉള്ളൂ. എനിക്കൊക്കെ ശ്വാസതടസ്സം കാര്യങ്ങളുള്ളതുകൊണ്ട് ബാത്റൂമിൽ ഇരിക്കുമ്പോൾ എന്തോ അവസ്ഥയായിരുന്നു, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ബാത്റൂം ഇഷ്യൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര സീനായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് 10 ദിവസം കഴിഞ്ഞ് നല്ല ഹാപ്പി ആയിട്ട് വീട്ടിൽ പോയി. കാരണം ചെറിയ പെയിനൊക്കെ ഉണ്ട്, സഹിക്കാം. കാരണം അതിലും വലിയ പെയിൻ വന്നുകൊണ്ട് ചെറിയ പെയിനൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ വീട്ടിലെത്തി 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെയും എനിക്കിതേപോലെ പെയിൻ വന്നു. പിന്നെയും പോയി അഡ്മിറ്റായി. അതൊരു 8 ദിവസം അങ്ങനെ എന്തോ. അതും പേവാർഡിൽ തന്നെ ഡയറക്റ്റ് ഞങ്ങൾ എടുത്ത് അവിടെ നിന്നു. അതേപോലെ പെയിൻ മാറി പിന്നെയും വീട്ടിൽ പോയി. പിന്നത്തെ പോക്കൊരു ഒടുക്കത്തെ പോക്കായിരുന്നു ഗൈസ്. കാരണം ആ സമയത്ത് എൻ്റെ ഇൻസ്റ്റയിലും വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം എനിക്ക് കൊറോണ പോസിറ്റീവായി. ആ കൊറോണ പോസിറ്റീവ് ആവാനുള്ള മെയിൻ കാരണം അവിടുത്തെ വാർഡിലെ ആൾക്കാരാണ്. കാരണം ഞാനിപ്പം ഫസ്റ്റ് വാർഡിലേക്കാണ് അഡ്മിറ്റ് ആക്കിയവർ. ഫസ്റ്റ് നമ്മളെ ലേബർ റൂം HDUവിൽ അഡ്മിറ്റ് ആക്കി, പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വാർഡിലേക്ക് ആക്കും. വാർഡിൽ നിന്നാണ് നമുക്ക് പേവാർഡും കാര്യങ്ങളൊക്കെ തരിക. അപ്പോൾ ഈ വാർഡിലേക്ക് ആക്കിയ സമയത്ത് ഡോക്ടർ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പേവാർഡ് വേണം, ബാത്റൂം ഇങ്ങനെ. ഒന്നാമത് എനിക്ക് നടക്കാൻ പറ്റില്ല, ഈ വാർഡിലെ ബാത്റൂം എന്ന് പറയുന്നത് കുറച്ച് ദൂരത്തേക്കാണ്. ഫസ്റ്റ് ഞാൻ വാർഡിലെത്തിയ സമയത്ത് എനിക്ക് ബെഡില്ല. അപ്പം നിലത്ത് ബെഡുണ്ട്, അവിടെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം ഭർത്തും ദേഷ്യം പിടിച്ച് ഭർത്ത് പറഞ്ഞു പേവാർഡ് തരണം, അല്ലെങ്കിൽ ബെഡ് കിട്ടിയേ പറ്റും. കാരണം സെർവിക്സ് ഇതേപോലെ ഷോർട്ടായ ആളാണ്, ഓപ്പണിംഗ് ഉള്ള ആളാണ്, പേവാർഡ് ഇഷ്ടംപോലെ ഉണ്ട്, അവർക്ക് പേവാർഡ് തരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അപ്പം ഡോക്ടേഴ്സ് വരില്ല, ഡെയിലി വന്ന് നോക്കൂല എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ വാർഡത്തെ അവസ്ഥയും എന്നും ഡോക്ടറൊന്നും വന്ന് നോക്കുന്നൊന്നുമില്ല, നഴ്സുമാരോ ആരെങ്കിലുമൊക്കെയാണ് വന്ന് നോക്കുന്നത്. അതേപോലെ തന്നെയാണ് പേവാർഡിലും. ഇവർ ചിലപ്പോൾ അങ്ങനെ പറയും പേവാർഡിലേക്ക് വരില്ല, പക്ഷേ ഡോക്ടേഴ്സ് അവിടെ എത്തും ഇവിടെയും നോക്കും. അത് ഞങ്ങൾക്ക് 2-3 പ്രാവശ്യം പോയപ്പോൾ മനസ്സിലായതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു പേവാർഡ് ഇപ്പോൾ തരാൻ പറ്റില്ല, ഡോക്ടേഴ്സ് വന്ന് നോക്കാൻ പറ്റില്ല, വാർഡിൽ തന്നെ കിടക്കണം. ശരിക്കും എനിക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ല, എനിക്ക് സെർവിക്സ് ഓപ്പൺ എങ്ങനെ കയറി ഇറങ്ങി കിടന്ന് എണീറ്റ് കളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ബെഡ് കിട്ടി. ആ പേഷ്യൻറ്റ് വൈകിട്ട് ഡിസ്ചാർജ് ആണ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറാമെന്ന് പറഞ്ഞു.
അപ്പം ആ പേഷ്യൻ്റ് നല്ലൊരു പേഷ്യൻ്റ് ആയതുകൊണ്ടും ആൾ എണീറ്റ് നടക്കാനുള്ള പാകമായതുകൊണ്ടും ആൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അയാൾ കിടന്നോ, ഞാൻ അപ്പുറത്ത് ബെഡിലിരുന്നോളാം എന്ന് പറഞ്ഞിട്ട് മാറി തന്നുകൊണ്ട് എനിക്ക് കിടക്കാനൊക്കെ പറ്റി. നമ്മൾ ആ ഒരു സമയത്ത് ഏറ്റവും റെസ്റ്റും കാര്യങ്ങളും വേണ്ട സമയത്ത് ഉച്ചയ്ക്ക് ശേഷമാണ്. അതുവരെ അവിടെ കിടക്കണം ഇവിടെ കിടക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് ആകെ സൈഡാവും. കാരണം തീരെ വയ്യാന്ന് പറഞ്ഞാൽ ഈ അവസ്ഥ പറയാൻ പറ്റില്ല. അത്രയ്ക്ക് നമ്മൾ ഫുൾ സൈഡായൊരു സമയം. അങ്ങനെ അവിടെ നിന്നു. അപ്പം ബെഡിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. ആൾ ഇതേപോലെ ഫ്ലൂയിഡ് ബ്രേക്കായിട്ട് വന്നതാണ്. അപ്പോൾ സെയിം ഞങ്ങൾ ഏകദേശം ഒരേ വീക്കാണ്. അപ്പോൾ ഫ്ലൂയിഡ് ബ്രേക്ക് ആയാലും അറിയാലോ, അതും പെട്ടെന്ന് വേണ്ടി വരും, സിസേറിയൻ വേണ്ടി വരും എന്നാണ് ഡോക്ടർ പറയുന്നത്. മാക്സിമം നോർമലാക്കാൻ നോക്കാം, പക്ഷെ ചിലപ്പോൾ സിസേറിയൻ വേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ അമ്മയാണെങ്കിലും ആ ആൻറ്റിയായിട്ട് നല്ല കമ്പനിയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയും ഞങ്ങൾ ആ ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇതായിരുന്നു. അതുകൊണ്ട് ഓരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമൊക്കെ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് പോയി. അങ്ങനെ പോകുന്ന സമയത്ത് ഇവരെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഷുഗറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഷുഗർ കൂടുതലായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇൻസുലിൻ വെക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരം നടക്കണം. എനിക്ക് തീരെ നടക്കാൻ പറ്റില്ലായിരുന്നു. ഡോക്ടർ അത്രയും ബെഡിൽ തന്നെ ബാത്റൂമിൽ വരെ പോകരുത്, ബെഡിൻ്റെ അടുത്ത് തന്നെ നമ്മൾ സ്റ്റൂൾ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പോകണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പം അങ്ങനെയുള്ള ഞാൻ ഇൻസുലിൻ സൂചി വെക്കാൻ പോകണം, ബാത്റൂമിൽ പോകണം, ഫുഡ് കഴിച്ചാൽ വായ കഴിക്കണം, അങ്ങനെയും നടക്കാൻ തുടങ്ങി. അവിടെ പോയതുകൊണ്ടാണ് എന്താ പറയുക പെട്ടെന്ന് ഡെലിവറി ആയതെന്ന് തന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 6th മന്തിൽ ഞാൻ ഈ ഒരു ഇത്രയും സമയം ഉണ്ടല്ലോ, ഒരു 1.5 മന്ത് കിട്ടിയത് അത്രയും റെസ്റ്റും കാര്യങ്ങളും എടുത്തിട്ടാണ്. അപ്പോൾ ആ ഒരു റെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നും അല്ലാണ്ടായിപ്പോയത് ആ ഒരു സമയത്താണ്. ഞാനിങ്ങനെ നടക്കുക, ഇൻസുലിൻ രാവിലെയും രാത്രിയും ഇൻസുലിൻ വെക്കാൻ പോകണം. ബാത്റൂം നമ്മൾ നല്ലോണം വെള്ളം കുടിക്കുന്ന സമയമാണ്. ഈ മരുന്ന് കുടിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കും നല്ലോണം. ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി യൂറിൻ പാസ് ചെയ്യാം. ആ സമയത്ത് നമുക്ക് പ്രഗ്നൻസി സമയത്ത് ഒന്നുമില്ലാത്തൊരു മൂത്രമൊഴിക്കലുമാണ്. അപ്പോൾ അത്രയും നമ്മൾ പോകണം. അപ്പോൾ അത്രയും ദൂരം നടന്ന് ഞാനാകെ എനിക്ക് വയ്യാണ്ടായി. നമ്മളെ ബോഡി വീക്കായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരും. അപ്പോൾ തൊട്ടടുത്തുള്ള ബെഡിൽ ആ കുട്ടിക്ക് ഭയങ്കര ചുമയും ഇതൊക്കെ തുടങ്ങി. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് കൊറോണ പോസിറ്റീവാണ്. കൊറോണ പോസിറ്റീവായോ എന്തായാലും എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് വരും എന്നുള്ളത്. കാരണം ഞങ്ങൾ അങ്ങനെ നേരെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കഴിച്ച സ്ഥിതിക്ക് എനിക്ക് ഉറപ്പായിരുന്നു വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മയ്ക്കും വരുന്നു. പക്ഷേ ഇവർക്കൊക്കെ ഒരു പ്രാവശ്യം കൊറോണ വന്ന് പോയതാണ്. എല്ലാവർക്കും കൊറോണ വന്ന സമയത്ത് പോലും എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ കുട്ടി പെട്ടെന്ന് പോയപ്പോൾ ഈ ആൻറ്റിയാണ് ഞങ്ങളെ വിളിച്ച് പറയുന്നത്. ഹോസ്പിറ്റലിൽ നിന്നോ മീൻസ് അവിടെ നിന്ന് ആരും ഒന്നും പറയുകയും ചെയ്തില്ല. അവരതിനുള്ള പ്രിക്കോഷൻസ് അറ്റ്ലീസ്റ്റ് സാനിറ്റൈസർ ഒക്കെ അടിച്ചൊന്ന് ഇതാക്കുക ഒന്നും ചെയ്തില്ല കേട്ടോ. ഒരു പ്രിക്കോഷൻസ് എടുത്തില്ല അവർ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തെങ്കിൽ നോക്കുക, തൊട്ടടുത്തുള്ള ബെഡല്ലേ, അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കായിരുന്നു അവർക്ക്. അങ്ങനെ ഈ കുട്ടീൻ്റെ അമ്മ വിളിച്ച് പറഞ്ഞ് ഞങ്ങളിത് ഇതേപോലെ അവിടുത്തെ ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് മോളെ, നമുക്ക് കൊറോണ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ മുതൽ എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം അല്ലാത്തപ്പോൾ ഉള്ള പോലെയല്ല, അപ്പോൾ വാവയും കൂടി ഉണ്ട്, പിന്നെ അതും കൂടി എന്നെ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷനുമായി. അങ്ങനെ അന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസതടസ്സം കാര്യങ്ങളൊക്കെ വന്നു. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ മെഡിക്കൽ കോളേജിൽ ചിലപ്പോൾ അന്ന് അവിടെ വാർഡിലുണ്ടായിരുന്നവർക്ക് ചിലപ്പം ഈ വീഡിയോ കാണണമെങ്കിൽ എന്നെ ഓർമ്മ വരും. കാരണം ഞാൻ അലറിപ്പോയി. ഞാൻ പറഞ്ഞു എന്നെ ഇവിടെ നിർത്തരുത്, എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതി, ഞാൻ വീട്ടിൽ നിന്ന് പ്രസവിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഇവിടെ നിന്ന് പ്രസവിക്കേണ്ട. അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി മരിക്കുകയൊക്കെ ചെയ്ത് ഇതേപോലെ മരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതും കൂടി കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് എനിക്ക് ഇവിടെ നിൽക്കണ്ട, ഞാൻ ഇവിടെ നിന്ന് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഈ കരഞ്ഞ് ബഹളം വെച്ച് എങ്ങനെയൊക്കെയോ എന്താ പറയുക ഭർത്താവിനെയൊക്കെ വിളിപ്പിച്ച്. അപ്പോൾ ശരിക്കും ആണുങ്ങളെ ഉള്ളോട്ട് കയറ്റില്ല. അപ്പം എൻ്റെ കരച്ചിലും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വന്നതാണ്. അപ്പം തന്നെ നേഴ്സുമാരെ വിളിക്കുന്നു. എനിക്ക് ശ്വാസം കിട്ടാണ്ട് ഉള്ള ബുദ്ധിമുട്ടായപ്പോൾ നേഴ്സുമാരെ വിളിക്കുന്നുണ്ട്. കുറേ നേരമായിട്ടും ആരും അങ്ങോട്ടേക്ക് വരുന്നേ ഇല്ല. അങ്ങനെ പെട്ടെന്ന് നേഴ്സ് കുറേ നേരം കഴിഞ്ഞ് വന്നിട്ട് ഭർത്താവിന് ചിത്തറിയാം, നിങ്ങളോട് ആരും ഉള്ളോട്ട് കയറാൻ പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല, ഞങ്ങളില്ല ഇവിടെ നോക്കാൻ. അപ്പം ഭർത്താവിന് വിഷമിച്ച് ഭർത്താവ് നല്ലോണം പറഞ്ഞെടുത്തു. ഇത്രയും നേരം വയ്യാണ്ട് കളിച്ചപ്പോൾ നിങ്ങൾ എവിടെയാണ്, പിന്നെ വലിയ ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും പിടിയായി. അങ്ങനെ കുറേ സംസാരിക്കുകയോ ചെയ്തു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ ലാസ്റ്റ് തന്നെ പേ വാർഡിലേക്ക് എഴുതി തന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, ഞങ്ങൾ കംപ്ലയിൻറ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചപ്പോൾ അവർ പേ വാർഡ് തന്നു കേട്ടോ. കാരണം അവരുടെ നല്ല മിസ്റ്റേക്ക് ഉണ്ട്. ഇൻസുലിനൊക്കെ ഇങ്ങനെയുള്ള സ്റ്റേജിൽ ഒരിക്കലും ഇത്രയും ദൂരം നടത്തിക്കാൻ പാടില്ല. അങ്ങനെ പുറത്ത് വന്ന് പ്രശ്നമൊക്കെ ആക്കിയാൽ ഞങ്ങൾക്ക് പേ വാർഡ് തന്നു. പേ വാർഡിലെത്തിയ സമയത്ത് ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് പേ വാർഡ് തരാൻ ഇതായിട്ടൊന്നുമല്ല, ഇവിടേക്ക് എപ്പോഴും വന്ന് നോക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ എക്സ്ക്യൂസസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പം എനിക്ക് ഭയങ്കര വിറച്ച് തുള്ളൽ.
അപ്പോൾ അമ്മയ്ക്ക് ആരും ടെൻഷനായി. അപ്പോൾ അമ്മ ഡോക്ടറെ പെട്ടെന്ന് പോയി വിളിച്ചപ്പം ഡോക്ടർ വന്ന് നോക്കിയപ്പം നല്ല ചൂട് പറഞ്ഞാൽ ശ്വാസം വരെ അങ്ങനെ എടുക്കുന്ന സമയത്ത് ചൂട് കാറ്റ് വരാം. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഏത് വാർഡിലായിരുന്നു ചോദിച്ചു. അപ്പം ആ വാർഡിൻ്റെ ഇത് 31 ആയിരുന്നു. അത് പ്രഗ്നൻസി ക്രിട്ടിക്കൽ സ്റ്റേജാണ് ആ വാർഡ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ കോവിഡ് പോസിറ്റീവ് ആയതെന്ന് ഇവർക്ക് മനസ്സിലായപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് കോവിഡ് ടെസ്റ്റ് ചെയ്യണം, അമ്മേൻ്റെ അടുത്ത് കിറ്റൊക്കെ വാങ്ങി വരാൻ പറഞ്ഞു. അപ്പം അമ്മ കിറ്റൊക്കെ വാങ്ങി വന്നപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ഇത് വെക്കുമല്ലോ നമ്മൾ ഇതെടുത്തിട്ട് വെച്ച സമയത്ത് ഫസ്റ്റ് പോസിറ്റീവ് ലൈനിലാണ് കാണിച്ചത്. ടെസ്റ്റ് ലൈനാണ് ആദ്യം പോസിറ്റീവ് ആയത്. അപ്പോൾ പറഞ്ഞു കോവിഡ് പോസിറ്റീവാണ്, ഇനിയിപ്പം ഈ വാർഡിൽ നിൽക്കാൻ പറ്റുന്നതാണ്. കാരണം അത് എല്ലാവരും യൂസ് ചെയ്യുന്ന പേ വാർഡ് എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ ആ വാർഡിൽ ഇനി നിൽക്കാൻ പറ്റില്ല, കൊറോണ പോസിറ്റീവ് ആയതുകൊണ്ട് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റം എന്ന് പറഞ്ഞു. ഐസൊലേഷൻ വാർഡിലാണെങ്കിലോ അടുപ്പിച്ച് ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഞാൻ റിക്കവർ ആയാലും പെട്ടെന്നൊന്നും മാറില്ല, എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബാത്റൂം. പിന്നെ അമ്മയ്ക്ക് ഇതുവരെ വന്നില്ല, ഇനി അമ്മയ്ക്കും വരും. അങ്ങനെ ആ ഒരു സ്റ്റേജ് ആയപ്പോൾ എന്തായാലും ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐസൊലേഷൻ വാർഡിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ, അവിടേക്ക് മാറണം എന്നുള്ള സ്റ്റേജായി. ഞങ്ങൾ ആദ്യം മിംസിലേക്ക് വിളിച്ചു നോക്കി. മിംസിൽ ഇതേപോലെ ഐസൊലേഷൻ വാർഡൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആദ്യം ബേബിയിലേക്ക് വിളിച്ചു നോക്കി. ബേബിയിലെ വിളിച്ചു നോക്കിയപ്പം അവിടെ ഇല്ല, ഇപ്പം ഐസൊലേഷൻ സ്വന്തമായിട്ട് കൊടുക്കുന്നില്ല, റൂം ഷെയറിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ വീട്ടിലേക്ക് പോയാൽ എന്തെങ്കിലും പെട്ടെന്ന് പെയിനും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പെട്ടെന്ന് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മിംസിലേക്ക് വിളിച്ചു നോക്കി. അപ്പോൾ മിംസിൽ അറിയുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു ഐസൊലേഷൻ വാർഡിൻ്റെ വന്നോളൂ. അങ്ങനെ വന്ന് അവിടെ അഡ്മിറ്റായി. 3 ദിവസം കഴിഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പം നെഗറ്റീവായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഒരു ഓക്കെ സ്റ്റേജ് ആയ സമയത്ത് ഞങ്ങൾ നോർമൽ ഡേയ്സ് പോലെ നല്ല ദൈവത്തിനോട് തന്നെ പറഞ്ഞ ഇത്രയും ദിവസമായല്ലോ, ഒരു 31 വീക്സ് എത്തി. അപ്പോൾ 32 വീക്സ് ഒരു 2 days ആയ സമയത്ത് എനിക്ക് ഇതേപോലെ അന്ന് ഹർത്താലാണ്. അപ്പോൾ ഹർത്താൽ ഡേയിൽ ഭർത്താവ് അത്രയും നേരം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ കൊണ്ടുപോവുക എന്നുള്ള ലെവലിൽ. പക്ഷെ അപ്പോൾ ഒന്നും എനിക്കൊരു പ്രശ്നമില്ല. ചില പെയിന് വരും, ഞാൻ ചെറിയ പെയിനൊക്കെ കുറേ സഹിക്കാൻ തുടങ്ങി. കാരണം അല്ലെങ്കിൽ അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നടക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ പെയിന് വന്ന് മൊത്തമൊന്ന് വീട്ടിലേക്ക് പോയ സമയത്ത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റാണ്ടായി. ഞാൻ പെയിന് വന്ന് കീറാൻ തുടങ്ങി. ശരിക്കും ഡെലിവറി പെയിന് ശരിക്കും ഡെലിവറി പെയിൻ അതാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം അത്രയും പെയിൻ ഉണ്ട്. കാരണം ഇങ്ങനെ നമുക്ക് താഴത്തേക്ക് വരുമ്പോഴൊരു പെയിൻ ഉണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാം. അപ്പോൾ അത്രയും പെയിൻ വന്നപ്പോൾ ഞാൻ അമ്മ എനിക്ക് സഹിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ബേബിയിലേക്കാണ് പോയത്. ബേബിയിൽ പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോഴാണ് വിന്നി മാഡം പിന്നെയും എന്നെ കാണാൻ വന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും കിട്ടിയില്ലേ, ഇനി പേടിക്കണ്ട, ഇനി നമുക്ക് എന്തായാലും ഇനി പെയിന് വരുന്ന സമയത്ത് നോർമലായ സമയത്ത് ഡോക്ടർ പറഞ്ഞു ഇനി പെയിന് വരുമ്പോൾ ധൈര്യമായിട്ട് പോകുന്നു, നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി. പിറ്റേ ദിവസം ഇതേപോലെ പെയിൻ വന്നപ്പോൾ ഡോക്ടർ വിളിച്ച് ഡോക്ടർ ഇങ്ങനെ പെയിൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന് വേഗം പോകുന്നുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിലെത്തിയ സമയത്ത് ഇതേപോലെ എന്താ പറയുക, ഇപ്പോൾ ഡെലിവറി ആവുന്ന ഉള്ള എല്ലാ പ്രിപ്പറേഷൻസും എടുത്തു. ക്ലീനിങ്ങും വയറ് ക്ലീൻ ആക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഡോക്ടർ പറഞ്ഞു മാക്സിമം നമുക്ക് നോർമൽ ആക്കാൻ നോക്കാം. പക്ഷെ വാവ പൊക്കിൾ കൂടി ചുറ്റിയിട്ടുണ്ടായിരുന്നു. 2 finger ഓപ്പണിങ്ങും വന്നുപോയി. അപ്പോൾ എന്തായാലും ഡെലിവറി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന് മുന്നേ ഇവർ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്ന് ഡെലിവറി ഉണ്ടാവുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇല്ല, കാരണം ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നുള്ള ഭാഗത്തിൽ ഞങ്ങൾ ഇരുന്നു. പക്ഷെ പിന്നെ അവർ ഓരോരോ കാര്യങ്ങളും ബ്ലഡിൻ്റെ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്പീഡാക്കാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തായാലും ഇന്ന് ഡെലിവറി ഉണ്ടാവും എന്നുള്ളത്. കാരണം നമ്മളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പുറത്തുള്ള എൻ്റെ അമ്മയും ഭർത്താവും അനിയത്തിയാണെങ്കിലും അവർ വിചാരിച്ചു ഇത് കേട്ടിട്ടുണ്ട്, ഇന്ന് ഡെലിവറി ഉണ്ടാവും, ഇപ്പം ഉണ്ടാവും, ആ ഒരു ഭാവത്തിലായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ ശരിക്കും തളർന്നത് ഇവർ പറയും, നമ്മളൊരു ഉറക്കം അങ്ങനെ ഉറങ്ങി വരുന്ന സമയത്ത് ഞാൻ കേൾക്കുന്നത് ഒന്നില്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുട്ടി. കാരണം വാവ പൊക്കിൾ കൂടി ചുറ്റിയിട്ടുണ്ട്, അതേപോലെ തല വന്ന് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നോർമൽ ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യേണ്ടി വരും. നോർമൽ ഡെലിവറി ആണെങ്കിലും വരുന്ന സമയത്ത് എന്തെങ്കിലും ടൈറ്റ് ആവുകയെന്ന് ചെയ്ത് കഴിഞ്ഞാൽ വാവനെ കിട്ടില്ല. പിന്നെ ആ സമയത്ത് 2 kg ഉണ്ടായിരുന്നു വാവ, വയറ്റിലുള്ള സമയത്ത് 2 kg ഉണ്ടായിരുന്നു. അപ്പോൾ ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും 1800 ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും എന്ന് ഡോക്ടർ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നമുക്ക് അവന് പൂർണ്ണ ആരോഗ്യത്തിൽ കിട്ടുന്നതും കിട്ടാത്തതും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ആ സമയത്ത് ഇത് ഞാൻ പകുതി ഉറക്കത്തിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ എന്താ പുറത്ത് നമ്മൾ അത്രയും കാലം ഒരു 32 ആഴ്ച നമ്മൾ അവനെ ഇപ്പം കാണാന്നുള്ള ലെവലിൽ കാത്തിരുന്നിട്ട് അങ്ങനെ കേൾക്കുമ്പോഴുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കുക. ശരിക്കും ഞാൻ അപ്പം അവിടെ
എത്തുന്നുണ്ട്, അങ്ങനെ തന്നെ പറയാം. പിന്നെ എനിക്ക് ടെൻഷനാണ്, ഇനിയിപ്പോൾ എന്താവും ഏതാവും ഒന്നും അറിയില്ല, ഒക്കെ ദൈവത്തിൻ്റെ ഡോക്ടർമാരുടെ കയ്യിലാണ്. അങ്ങനെ അന്ന് ഒരു 12 മണിക്ക്, ഉച്ചയ്ക്ക് 12 മണിക്ക് കയറിയിട്ട് ആ സമയത്ത് എനിക്ക് മരുന്ന് തന്നു. ഒരു 5 മണി സമയത്തൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല പെയിൻ തുടങ്ങി. അപ്പോൾ ഞാൻ സഹിച്ചൊരു പെയിനുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡെലിവറി പെയിനാണെന്ന് വിചാരിച്ച അത്രയും എക്സ്ട്രീമായ പെയിനുണ്ട്. അതൊന്നും ഒരു പെയിനല്ല എന്ന് മനസ്സിലായത് അപ്പോഴാണ്. അത് കഴിഞ്ഞാൽ പെയിൻ ഇങ്ങനെ ഇരട്ടിച്ച് വരാം, സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. അറിയാലോ, ഞാൻ പറയണ്ടല്ലോ, അമ്മമാർക്ക് അറിയാലോ. ഞാൻ ഡോക്ടറോട് ഒരു ഡോക്ടറെ പെയിന് വന്നു. അപ്പോൾ ഡോക്ടർ വരും, PV ചെയ്യും. പറയും ആയില്ല ഇനി വരാനുണ്ട്, പെയിന് വന്ന് തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ. ഇത് കേട്ടപ്പോൾ ഇനി പെയിന് സഹിക്കും. ഞാൻ പറഞ്ഞു സിസേറിയൻ ആക്കാൻ പറ്റുമോ പ്ലീസ്, എന്തെങ്കിലും ചെയ്ത് സിസേറിയൻ ആക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ ഡോക്ടർ നിശ്ചിതറിയാം എന്തിനെങ്ങനെ കിടന്ന് കരയുന്നത്, ഏറ്റവും വലിയ പെയിൻ ഇതാണ്, എല്ലാവരും പ്രസവിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ശ്വാസം നീട്ടിയെടുത്തത് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു. ശ്വാസമൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് അത്രയ്ക്ക് പെയിൻ വരുമ്പോൾ അയ്യോ കിടന്ന് കീറുക, അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞൊരു 8 മണി 9 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഉറങ്ങാൻ, മീൻസ് ഇങ്ങനെ ക്ഷീണിച്ച് ഒന്ന് ഉറങ്ങിയാൽ എന്താ പറയുക, വേദന കുറയുമ്പോൾ അറിയാണ്ടിരിക്കുമല്ലോ. ഉറങ്ങാൻ വേണ്ടിയിട്ടെങ്കിൽ മരുന്ന് തരാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നും എനിക്ക് ബ്രീത്തിങ് പ്രോബ്ലം, അതേപോലെ ഹാർട്ടിന് ചെറിയ വേരിയേഷൻസും കാര്യങ്ങളും കണ്ടതുകൊണ്ട് എനിക്ക് സെഡേഷൻസും കാര്യങ്ങളും ഒന്നും തരാൻ പറ്റില്ല, പെയിൻ കില്ലേഴ്സും ഒന്നും തരാൻ പറ്റില്ല. അങ്ങനെ ഒരു 10-10:30 ആയപ്പം ഡോക്ടർ വന്നിട്ട് ഫ്ലൂയിഡ് ബ്രേക്കാക്കി. പിന്നെ 12:39 വാവ ജനിക്കുന്നത്. നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അന്നത്തെ ആ ഡോക്ടറും ആ നേഴ്സുമാരും ഞാൻ മരിച്ചാലും മറക്കില്ല. കാരണം അത്രയ്ക്ക് എന്താ പറയുക, ഒരു മെൻ്റൽ സപ്പോർട്ട് അവർ തന്നിട്ടുണ്ട്. അങ്ങനെ ഡെലിവറി കയറി കഴിഞ്ഞ് ഫസ്റ്റ് മൂന്ന് റൂമായിട്ടാണ്. ഫസ്റ്റ് ഒരു ലേബർ റൂം അഡ്മിഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ഏകദേശം ഡേറ്റ് ആയാലും വേറെ റൂമിലേക്ക് മാറ്റും. അത് കഴിഞ്ഞ് ഡെലിവറിക്ക് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ സെക്കൻഡ് സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് ഈ ഫ്ലൂയിഡ് ഇട്ടിരുന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ സമയമായി എന്ന് കണ്ടപ്പോൾ ഇവർ വേറെ റൂമിലേക്ക്, അവിടെയാണ് കുറച്ച് ഉയർന്ന ബെഡ്, അതിലേക്ക് കിടത്തി നമ്മൾ കാല് കമ്പീൻ്റെ അവിടേക്ക് ഇട്ടിട്ടാണ് ഡെലിവറി നടത്തുക. അപ്പോൾ ഈ ഡെലിവറി സമയത്ത് ഇവർ കട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഇങ്ങനെ അറിയും, ഒരു ഇതിടല്ലോ, കട്ട് ചെയ്യല്ലോ, അതൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് അങ്ങനെ പെയിൻ കില്ലറും കാര്യങ്ങളൊന്നും തരാത്തതിനോട്. പക്ഷെ ശരിക്കും വരുമ്പോഴല്ല പെയിൻ, അത് മുന്നേ വരുന്നതാണ് ശരിക്കുള്ള പെയിൻ. പിന്നെ വാവേൻ്റെ ഹെഡ് ഇങ്ങനെ ഫിക്സ് ആയി കിടക്കുകയാണ്. ഡോക്ടർ പറയും പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് ഞാൻ നല്ല രീതിക്ക് പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടറെ കണ്ടുള്ള ഒരു പുഷല്ല, ഡോക്ടർ പുഷ് ചെയ്യക്കുട്ടി കുറേ ചീത്ത അറിയുമ്പോൾ ആ സമയത്ത് എങ്ങനെയൊക്കെയോ നേഴ്സ് വന്നിൻ്റെ വയറെ പിടിച്ച് ഞെക്കി താഴത്തേക്കാക്കി എങ്ങനെയൊക്കെയൊക്കെയോ വാവ ജനിച്ച് കഴിഞ്ഞിട്ട് ഒരു നിഴൽ പോലെ നല്ലോണം കരഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലോണം കരയെന്ന് പറഞ്ഞാൽ നല്ലോണം വാവ കരഞ്ഞിട്ടുണ്ട്. അപ്പം ഡോക്ടർ പറഞ്ഞൊരു പ്രീടേമിൻ്റെ കരച്ചിലല്ല വാവ കരഞ്ഞതെന്ന് പറഞ്ഞു. അതേപോലെ എൻ്റെ പ്ലാസൻ്റ നല്ല വലുതായിരുന്നു, നല്ല പ്രീടേമിൻ്റെ എല്ലാത്തും നല്ലൊരു ഗ്രോത്ത് ഉള്ളൊരു പ്ലാസൻ്റ ആയിരുന്നു. അപ്പോൾ അതും ഒക്കെ സെപ്പറേറ്റ് ആക്കി പിന്നെ സ്റ്റിച്ച് ഇടുന്ന സമയം വാവനെ ഞാൻ ജസ്റ്റ് ഒരു നിഴൽ പോലെ കണ്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അത്രയും പെയിന് സഹിച്ച ആ സമയത്ത് വാവനെ ശരിക്കും നോക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ വാവനെ ഒരു കൊണ്ടുപോയി, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് കൊണ്ടിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞ് വാവനെ NICയിലേക്ക് കൊണ്ടുപോവാണ്, നല്ല പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് അവർ പോയി. അപ്പോൾ വാവനെ കണ്ട സന്തോഷമുണ്ട്. പക്ഷെ NIC പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി ഏതാ എന്നുള്ളതൊന്നും അറിയില്ല. ഡോക്ടർ ആദ്യം പറഞ്ഞത് ചിലപ്പോൾ 1 മാസത്തോളം വാവേനെ NICയിൽ ഇടേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിപ്പം വാവയായിട്ട് വിട്ടു നിൽക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ആ സമയത്ത് അറിയേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്റ്റിച്ചൊക്കെ ഇടുന്ന സമയത്ത് ശരിക്കും ഞാൻ ഡോക്ടറെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഡോക്ടറെ കുറച്ച് നേരം നീണ്ടു നിവർത്തി കിടന്നിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഡോക്ടർ വലിയ പറ്റില്ല, ഇപ്പം തന്നെ സ്റ്റിച്ച് ചെയ്യണം. എനിക്കാണെങ്കിൽ ഒരു ഇതിനെടുക്കുക, എന്തൊക്കെയൊക്കെയോ അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ, എങ്ങനെയൊക്കെയോ സ്റ്റിച്ചിടുമ്പോൾ ഇങ്ങനെ നൂല് വലിയുന്നത് നമ്മൾ ശരിക്കും അറിയും. എനിക്ക് പെയിൻ കില്ലേഴ്സും ഇതൊന്നും തരാത്തതുകൊണ്ട് ശരിക്കും ഞാൻ പച്ചയ്ക്ക് തുന്നുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് റൂം പറഞ്ഞല്ലോ, സെക്കൻഡ് റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ പാഡും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നതിന് ശേഷം ആദ്യം ചെയ്യാം, നമ്മൾ ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്താൽ മാത്രമേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഡോക്ടർ കാണുന്നെങ്കിൽ എന്നോടൊന്നും തോന്നരുത്. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് റൂമിലെത്തണം എന്നുള്ളതിൽ ഞാൻ നേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് യൂറിൻ പാസ് ചെയ്താലേ റൂമിലേക്ക് വിടുള്ളൂ.
അപ്പം നേഴ്സിൻ്റെ എൻ്റെ കൂടെ വന്നിട്ട് ഒരു ചേച്ചി ഉണ്ട് അവിടെ. ആ ചേച്ചീൻ്റെ കൂടെ വന്നിട്ട് നമുക്ക് ഫുൾ മേലൊക്കെ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് തരും ഒക്കെ ചെയ്ത് ഒക്കെ തന്നിട്ട് എൻ്റെ അടുത്ത് യൂറിൻ പാസ് ഫസ്റ്റ് പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്തിട്ട് വാങ്ങാം. അപ്പം ഞാൻ ബാത്റൂം പോയിട്ട് ശരിക്കും ഞാൻ യൂറിൻ പാസ് ചെയ്തില്ല. ഞാൻ കളത്തിലും പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ യൂറിൻ പാസ് ചെയ്തു എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ മീൻസ് റൂമിലെത്തിയാൽ മതി. അപ്പം ഞാൻ യൂറിൻ പാസ് ചെയ്ത് തന്നെ കളത്തിലൊക്കെ പറഞ്ഞു പോന്ന്. പിന്നെ ചേച്ചി ഫുൾ ക്ലീനൊക്കെ ചെയ്ത് തന്ന് എന്നെ 3:30 ആ സമയത്ത് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ റൂമിലേക്ക് മാറ്റിയ സമയത്ത് എല്ലാ അമ്മമാർക്കും ജനിച്ചു കഴിഞ്ഞാൽ മക്കളടുത്ത് കാണാൻ പറ്റിയില്ല എൻ്റെ മോളെ. ശരിക്കും എൻ്റെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല, ഒരു നിഴൽ മാത്രമാണ് ഞാൻ കണ്ടത്. അപ്പോൾ സത്യമായ ഭയങ്കര സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ ഞാനത് എക്സ്പ്രസ് ചെയ്തില്ല കേട്ടോ ആ സങ്കടം. അത് ചിലപ്പോൾ ഇങ്ങനെ NICUലേക്ക് പോയ അമ്മമാർക്ക് മനസ്സിലാവും. മറ്റേ നമ്മൾ നെഞ്ചത്ത് കിടത്താൻ പറ്റും, കൊടുക്കാൻ പറ്റും, ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ ഈ ജന്മത്തിലൊക്കെ ചെയ്ത പാപത്തിന് ഇതുണ്ടാവുമല്ലോ, അങ്ങനെ അനുഭവിച്ച പോലെ എനിക്ക് തോന്നി. അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് വാവനെ കണ്ടാൽ മതി. അപ്പം ഞാൻ ഡോക്ടറോട് വെച്ച് വാവനെ കാണാൻ പറ്റുമെന്ന് വെച്ചു. പറഞ്ഞ് നേരം വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5:30 പിറ്റേ ദിവസം വൈകുന്നേരം ഒരു 5:30 ആയപ്പം ഡോക്ടർ പറഞ്ഞു വന്നിട്ട് വാവനെങ്ങനെ കാണാൻ പറ്റും, അമ്മയ്ക്കും അച്ഛനും വന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് വാവനെ കാണാൻ പോകുന്നത് ആ സമയത്താണ്. അപ്പം ആ സമയത്ത് സ്റ്റിച്ചൊക്കെ ഇട്ടുണ്ട്. എനിക്ക് വലിയ പെയിൻ അറിഞ്ഞു തുടങ്ങിയില്ലായിരുന്നു. ഒരു മരുന്നും ഗുളിക കുടിച്ച ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലുതായിട്ട് വേദന ഉണ്ടോയെന്ന് ചോദിച്ചാൽ സ്റ്റിച്ചിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് അത്ര അങ്ങോട്ട് അറിയണ്ടായിരുന്നില്ല. വാവനെ കാണണം എന്നുള്ള ഇതുകൊണ്ടായിരിക്കും ഞങ്ങൾ കുറേ ലിഫ്റ്റിന് കാത്തു നോക്കി. പക്ഷെ ലിഫ്റ്റില്ലായിരുന്നു. ഞങ്ങൾ നടന്ന് സ്റ്റെയറൊക്കെ കയറി NICUലെത്തി. നമ്മൾ ഫുൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർ തരുന്ന ഡ്രസ്സ് ഇട്ട് ക്യാപ്പ് ഇട്ട് ഗ്ലൗസ് ഇട്ട് അങ്ങനെയാണ് ഉള്ളിലോട്ട് കയറുന്നത്. കണ്ടപ്പം എൻ്റെ ദൈവമേ, ഇത്ര പോകുന്നൊരു സാധനം, കുഞ്ഞു കഷ്ണം തന്നെ പറയാം. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. പക്ഷെ ആകെ ഇതായിപ്പോയി. ഇനിയിപ്പോൾ വാവ എങ്ങനെയാണ് വലുതാവോ എന്താവും ഒന്നും അറിയില്ല. നമ്മളെ കൈമിൽ അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടില്ല. ഇപ്പോൾ ചേച്ചീൻ്റെ മക്കളാണെങ്കിലും കുടുംബത്തിൽ ആരും ജനിച്ചാണെങ്കിലും ഒരു വലുപ്പം ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത് ഭയങ്കര കുഞ്ഞു കുട്ടി. അപ്പം എനിക്ക് ആകെ ഇതായി. പക്ഷേ അപ്പം ഞാൻ ഫുൾ കണ്ണിന്നൊക്കെ വെള്ളം വന്ന് ഫുൾ കരയൊക്കെ ചെയ്തു. അപ്പോൾ നേഴ്സുമാർ ഇങ്ങനെ കരയരുത്, ഞാൻ കരഞ്ഞാൽ വാവയ്ക്ക് അറിയാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാക്കി. അന്ന് തന്നെ രാത്രി ഒരു നേരം കൂടി എന്നോട് കാണാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ 8 മണിയൊക്കെ ആയപ്പം ഞാൻ പിന്നെയും പോയിട്ട് ഞാൻ പൊട്ടി കരയാം. അങ്ങനെ കരപ്പോൾ എനിക്ക് നേഴ്സ് തന്നെ കാണിച്ചത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി ഇതിലും എന്താ പറയുക 600 ഉള്ള കുട്ടികളുണ്ട് അവിടെ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മോൾ എത്രയോ ബെറ്ററാണ്. വാവ എന്താ പറയുക കരയുന്നുണ്ട്, എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ട്, മേടിക്കേണ്ട, പെട്ടെന്ന് റിക്കവർ ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അമ്മമാർക്ക് എത്രയായാലും നമ്മൾ കമ്പയർ ആ സമയത്ത് ചെയ്യില്ല. അപ്പം നമ്മളെ മോള് അങ്ങനെ ആയല്ലോ എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ എപ്പോഴും എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഞാൻ ചെയ്തോ കൊണ്ടാണോ വാവയ്ക്ക് ഇങ്ങനെ പറ്റിയത് എന്നുള്ളത് ഭയങ്കര ഒരു കുറ്റബോധം പോലെയായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും അവിടെ കയറുമ്പോഴേ കരയും. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്തോ ഭാഗ്യത്തിന് ദൈവം സഹായിച്ച് നോർമൽ ഡെലിവറി ആയിരുന്നു. പാലിങ്ങനെ പോവുമായിരുന്നു. അപ്പം എക്സ്പ്രസ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പം ആദ്യത്തെ ഒരു 5-6 ദിവസം ഇതന്നെയായിരുന്നു, ട്യൂബിൽ കൂടെ ഫ്ലൂയിഡ്സ് തന്നെയായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. കാരണം അവർക്ക് ഡൈജസ്റ്റ് ചെയ്തിട്ട് ഇതാക്കാൻ ഇത്തിരി മാത്രമേ പാൽ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡൈജസ്റ്റ് ചെയ്ത് അപ്പിക്കിട്ട് കഴിഞ്ഞാലാണല്ലോ നല്ല ഇതാണ് ഫങ്ഷനിങ് ആണെന്ന് മനസ്സിലാവുക. അപ്പോൾ ആ കുറേശ്ശെ കുടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി ഇതേപോലെ എനിക്കാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് 2ാമത്തെ ദിവസം തന്നെ എന്നെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ 1ാമത് റൂംസ് ഇല്ല. അതേപോലെ എത്ര ദിവസം വേണ്ടി വരും എന്നറിയില്ല. കാരണം 1 മാസമൊക്കെ ആണെങ്കിൽ നമ്മൾ 1 മാസം അവിടെ ഹോസ്പിറ്റലിൽ നിൽക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു, റൂമും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അങ്ങനെ അടുത്ത് ഫ്ലാറ്റോ കാര്യങ്ങളോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് പറഞ്ഞു, വീട് അടുത്തല്ലേ, എന്തായാലും വീട്ടിൽ നിന്നോളാം. അത് ശരിക്ക് എന്താ പറയുക, എൻ്റെ മോളെ ഞാൻ ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിലെത്തി. അയ്യോ, ആ ദിവസങ്ങൾ ആലോചിക്കാനേ പറ്റില്ല. രാത്രി ഇതേപോലെ ഭർത്താവാണെങ്കിലും 2 മണിക്കും 4 മണിക്കും പാല് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പാലെടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കുക. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വാവനെ കാണാൻ ഒരു പ്രസവിച്ച ഒരു അമ്മ ഒറ്റ പ്രാവശ്യം വാവനെ കാണാൻ പറ്റുള്ളൂ ഒരു ദിവസം. അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനെ ഒരു 14 ഒരു
8-9 ദിവസം ആയിക്കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് ഫീഡ് ചെയ്യാൻ വന്നോളാൻ പറഞ്ഞു. അപ്പോഴാണ് പിന്നെ എനിക്ക് കാണാൻ പറ്റിയത്. പിന്നെ റൂം എടുത്തു ഹോസ്പിറ്റലിൽ. അങ്ങനെ ഓരോ സമയത്ത് നമ്മൾ ഫീഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് എൻ്റെ കൈമ കിട്ടിയ സമയത്ത് കുഞ്ഞാളാണ്. അപ്പോൾ ആള് പെട്ടെന്ന് സക്ക് ചെയ്ത് പാലൊക്കെ കുടിച്ചു. അപ്പം തന്നെ പകുതി സമാധാനം. പിന്നെ മെല്ലെ 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 അതും ഒരു 10 മിനിറ്റൊക്കെ അവർ കുടിക്കാൻ സമ്മതിക്കുള്ളൂ. അങ്ങനെ വലിച്ചു കുടിക്കുക, അധികം സ്ട്രെയിൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ് പാല് കുടിപ്പിച്ച് ഒരു കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ അങ്ങനെ പാല് കൊടുക്കും. അങ്ങനെ 14ാമത്തെ ദിവസമാണ് ഋതുവാവേനെ ഞങ്ങളെ കൈമ കിട്ടുന്നത്. കെട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക, ശരിക്കും അച്ഛന്മാരാണല്ലോ കുട്ടികളെ വാങ്ങുക. ഫസ്റ്റ് കണ്ട് എടുക്കുക. ഭർത്താവിന് അതിനൊന്നുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അങ്ങനെ 14ാമത്തെ ദിവസം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര ഹാപ്പി പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഫുൾ ടെൻഷനായിരുന്നു. വാവേനിപ്പം എല്ലാ കുട്ടികളെ പോലെ നടക്കുമോ, ചിരിക്കുകയോ, കളിക്കുകയോ. കാരണം വാവേനെ അപ്പം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഒരു ഫോട്ടോ ഞാൻ എന്തായാലും ഇവിടെ ഷെയർ ചെയ്യാം. അതും കുറച്ച് ബെറ്റർ ആയതിനു ശേഷമുള്ള ഫോട്ടോ ആയിരിക്കും കേട്ടോ. ഫസ്റ്റത്തെ ഫോട്ടോ ഒന്നും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ എന്താ പറയുക, ഈ ഒരു സ്റ്റേജ് വരെ ഉള്ള ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതന്നെയായിരുന്നു. കാരണം ഞങ്ങളെക്കാളും ടെൻഷനാണ് വീഡിയോ കാണുന്നവർക്കും പുറത്തുള്ളവർക്കും കുടുംബത്തിലുള്ളവർക്കൊക്കെ. കാരണം വാവ ചിരിക്കുകയോ കളിക്കുകയോ അതാക്കുകയോ ഇതാക്കുകയോ, വാവയ്ക്ക് എന്തോ അസുഖമുള്ള കുട്ടീനെ പോലെ ആൾക്കാർ കാണാൻ തുടങ്ങി. അതെനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം ആണില്ലേ അങ്ങനെ ചോദിക്കുക, ഓ ഫ്രീ ടൈം വരുന്നില്ലേ, വാവ ചിരിക്കുമോ, മുഖത്തേക്ക് നോക്കുമോ, അങ്ങനത്തെയൊക്കെ മെസ്സേജ്. അപ്പം എല്ലാ കുട്ടികളെയും പോലത്തെ സാധാരണ കുട്ടികളാണ്. പക്ഷെ കുറച്ച് വെയിറ്റ് കുറവും അതേപോലെ കുറച്ച് നേരത്തെ ഭൂമിയിലേക്ക് വന്നെന്നുള്ള ഇതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ മോക്ക് നല്ല അങ്ങനെ ജനിക്കുന്ന മക്കൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. അവരെ ഒന്നും അങ്ങനെ അസുഖക്കാരായി കാണേണ്ട ഒരാവശ്യമില്ല. അവർക്ക് കുറച്ച് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുളിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് വീട്ടിലെത്തിയിട്ട് 1.25 മാസത്തോളം ഫാൻ എന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടേ ഇല്ല. ഇടാം ഡോക്ടർ പറഞ്ഞിട്ട് ഭാവിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, ഫാൻ ഇടരുത്. അതേപോലെ വിസിറ്റേഴ്സിനെ പറ്റൂല. എനിക്കും അങ്ങനെ ഭാവിനെയും കൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഒരു 3 മാസത്തോളം വിസിറ്റേഴ്സിന് ഞങ്ങൾ അനുവദിച്ചിട്ടേ ഇല്ല. അതേപോലെ തന്നെ വാവനെ കൊണ്ട് പുറത്ത് ഹോസ്പിറ്റലിലേക്കല്ലാതെ ചെക്കപ്പിനും കാര്യങ്ങൾക്കല്ലാതെ ഞങ്ങൾ പുറത്ത് പോകലുണ്ടായിരുന്നില്ല. ഫാൻ ഇടാണ്ട് ആ ചൂടുള്ള സമയത്തും ഫാൻ പോലും ഇടാണ്ടാണ് ഞങ്ങൾ കിടന്നിട്ടുണ്ടായിരുന്നത്. വിൻഡോസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഓവർ തണുപ്പും ചൂടും ഒന്നും പറ്റില്ല വാവയ്ക്ക്. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ വാവന് നല്ലോണം വെയിറ്റ് കുറഞ്ഞ മക്കളെ നല്ലോണം നിങ്ങൾ സോക്സ് അതേപോലെ പുതപ്പിച്ച് ചൂട് കൊടുക്കുക. മാക്സിമം കങ്കാരും അതൊക്കെ ആയിട്ട് ചെയ്യാം. ഞാൻ ടീഷർട്ടൊക്കെ ഇട്ട് വാവന് ചെസ്റ്റിൽ വെച്ചിട്ട് നല്ലോണം ചൂട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സോക്സ് മെയിനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ മിറ്റൻസും നല്ലോണം മാക്സിമം ചൂട് കൊടുത്തിട്ട് തന്നെയാണ് അങ്ങനത്തെ മക്കൾ. കാരണം ഈ സമയത്ത് വയറ്റിൽ നല്ല ചൂടൊക്കെ കെട്ടി കിടക്കേണ്ട കുട്ടികളാണ്. അപ്പം അവർക്ക് മാക്സിമം ചൂട് കൊടുക്കുക. അതേപോലെ തന്നെ പാല് ഒരു 2-3 മാസത്തോളം പാലട ഫീഡിങ് മറ്റേ നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ട് പാലടയിൽ തന്നെ കൊടുക്കണമായിരുന്നു. കുറച്ച് ഒരു 10 മിനിറ്റ് 7 മിനിറ്റ് ഡയറക്റ്റ് ഫീഡ് ചെയ്തിട്ട് ബാക്കി പാലടയിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ മരുന്ന് 1 വയസ്സ് വരെ ഞാൻ വൈറ്റമിൻസ് മൊത്തം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൊടുക്കാണ്ടായിരുന്നു. 3-4 തരം ഉണ്ടായിരുന്നു, അത് കൊടുക്കണം. പാലടയിൽ കൊടുക്കണം. എല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ പോന്നു. പിന്നെ ഒരു 2-3 മാസം 3 കിലോ ആയതിനു ശേഷമാണ് വാവനെ കുളിപ്പിച്ചത്. അതുവരെ നനച്ച് തുടയ്ക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് വാവൻ്റെ ജേണി. ഇപ്പം പിന്നെ വാവ കറക്റ്റ് എന്താ പറയുക, ഒരു 4 മാസമായപ്പോൾ തന്നെ ഒറ്റയ്ക്ക് കമന്ന് വീഴുന്നുണ്ട്. അതേപോലെ നല്ല രീതിക്ക് മീൻസ് അറിയില്ല ഒരു ഓർഡറായിട്ട് മോളെ പല്ല് മുട്ടുത്തേല് ഓക്കെ. പിന്നെ വാവ മുട്ടുകുത്ത് ഫസ്റ്റൊക്കെ ഇങ്ങനെ കിടന്നും കണ്ട് നീന്തലായിരുന്നു. പിന്നെ മുട്ടുകുത്താൻ തുടങ്ങി. മുട്ടുകുത്തിയത് ബർത്ത്ഡേൻ്റെ ഒരു മാസം മുന്നേക്കാണ് കറക്റ്റായിട്ട് മുട്ടുകുത്തിയത്. ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കും. 4 പല്ല് വന്നിട്ടുണ്ട്. ആദ്യം മുകളിലാട്ടോ പല്ല് വന്നത്. അപ്പം നല്ല ഷാർപ്പായ പല്ലാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പല്ല് വരുന്ന സമയത്താണ് വാവയ്ക്കൊരു പ്ലാസ്റ്റിക് സർജറി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 4 പല്ല് വന്നിട്ടുണ്ട്. മേളിലാണ് പല്ല് വന്നത്. അതും ഫസ്റ്റ് 2 വന്നത് ഈ സൈഡിലാണ്, വലത്തേ സൈഡിലാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വാവയ്ക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പഠിത്തം. അപ്പോൾ ഞാനും വാവയും കൂടി കളിക്കുന്ന സമയത്ത് വാവ ഇങ്ങനെ ജനലിൽ പിടിച്ച് നിന്നിട്ട് ഇങ്ങനെ മേലേക്ക് ചാടിയതാണ്.
കറക്റ്റ് എങ്ങനെയോ വന്ന് എൻ്റെ താടിക്ക് കറക്റ്റ് ഇടിച്ച് വാവിൻ്റെ നാവ് രണ്ടറ്റം വിട്ടില്ല എന്ന് മാത്രം, നല്ല ഡീപ്പായിട്ട് കയറി. ഞാനത് കണ്ടത് ഈശ്വര എന്താ പറയുക. അപ്പോൾ എല്ലാവരെയും വിചാരം ഞാൻ എന്തോ ബ്ലേഡ് എന്തോ എടുത്ത് മുറിച്ചതാണ്. എൻ്റെ കുടുംബക്കാർ വരെ പറഞ്ഞ് പറിച്ചൊരു കഥയാണ്. അപ്പം ഞാനത് ഈ ഒരു നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചത് പല്ല് വരെ ഇല്ലാത്ത കുട്ടിയാണ്, എങ്ങനെയാണ് മുറിഞ്ഞത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. കറക്റ്റ് നമ്മൾ റൈറ്റ് സൈഡിൽ അവർക്ക് പല്ല് വരുന്ന ഏരിയാസ് ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ നല്ല ഷാർപ്പായിരുന്നു. ഷാർപ്പ് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് ഷാർപ്പാണ്. അപ്പോൾ ഇടിച്ച സമയത്ത് കീറിപ്പോയതാണ്. സോഫ്റ്റ് ടിഷ്യൂ അല്ലേ നമ്മുടെ നാവൊക്കെ, അപ്പം അങ്ങനെ കീറിയതാണ്. അപ്പം മറ്റേ നമ്മൾ റേസർ ബ്ലേഡ് ഉണ്ടല്ലോ, അത് അലമാരൻ്റെ ബാക്കിൽ വന്നിട്ട് എൻ്റെ റൂം ചെക്ക് ചെയ്യാൻ വന്ന ആൾക്കാർ പറഞ്ഞു പറ്റിയതാണ് ഗൈസ്. എന്തോ നാവ് വെച്ച് കുട്ടി ബ്ലേഡ് എടുത്ത് കഴിച്ചിട്ട് മുറിഞ്ഞതാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അത് 2-3 പ്രാവശ്യം ഞാൻ പറയുകയും ചെയ്ത്. പക്ഷെ ദൈവം സഹായിച്ച് പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ വാവയ്ക്ക് പല്ല് പുറത്തേക്ക് വന്നു. അതുകൊണ്ട് എല്ലാവർക്കും ആ കാര്യം വ്യക്തമായി. അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് വാവേൻ്റെ സ്റ്റിച്ച് ഇതാ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഫുള്ളായിട്ട് പോയിട്ട്. അതുവരെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു മുറിവ് ഉണ്ടായെന്ന് പോലും അറിയുന്നില്ല. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു വാവ സംസാരിക്കുമോ, എന്തെങ്കിലും ശബ്ദത്തിന് വ്യത്യാസം വരുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ വാവ ഇപ്പോൾ കുറേശ്ശെ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നതൊക്കെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്ത് പറയാനൊക്കെ നോക്കും. അതൊരു കഥയാണ് ഗൈസ്. അതുകൊണ്ട് വാവിൻ്റെ മുന്നിൽ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ഓരോരോ വേർഡ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ലോണം അമ്മേ അമ്മേ അമ്മയെന്ന് വിളിക്കും. ആദ്യം അച്ഛ 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 എന്ന് വിളിക്കും. അപ്പോൾ അമ്മേ അച്ഛ നല്ല വൃത്തിയിൽ വിളിക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര കേൾക്കുമ്പോൾ നല്ല രസമാണ് വിളിക്കുന്നത്. അത് എന്തെങ്കിലും ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ വീട്ടിൽ വിളിച്ചിടാം. നല്ല രസമാണ് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും നല്ല സന്തോഷമുള്ള സമയമാണ്. അപ്പോൾ വാവ പെട്ടെന്ന് വളരുന്നുണ്ട്. പെട്ടെന്ന് കാരണം 1900 ജനിക്കുന്ന സമയത്ത് അത് ഞങ്ങളെ കയ്യിൽ കിട്ടുന്ന സമയത്ത് 1650 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. കാരണം കറക്റ്റായിട്ടല്ലല്ലോ ഫീഡ്. നമ്മൾ മറ്റേ ജനിച്ച കുട്ടിക്ക് നല്ലോണം പാലും കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, പാലടയിൽ കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ അവർ നല്ലോണം നോക്കിയിട്ടുണ്ട്. അവർ നോക്കിയത് കൊണ്ടാണ് മോളെ അങ്ങനെയും കിട്ടിയത്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഒരു ആത്മാർത്ഥത്തിൽ എന്തായാലും കൊടുക്കില്ലല്ലോ. ജീവിച്ച് രക്ഷപ്പെടാനുള്ളതല്ലാതെ കൂടുതലായിട്ടും ഒരമ്മ ഭക്ഷണം കൊടുക്കുന്ന പോലെ എന്തായാലും വേറൊരാൾ കൊടുക്കില്ലല്ലോ. അങ്ങനെ ഒപ്പം വാവ 8600 സംതിങ് ആണ്. അതിലും ഉണ്ടായിരുന്നു കേട്ടോ. വാവ നല്ലോണം പനി വന്ന് മെലിഞ്ഞ്, തക്കാളി പനി വന്നു. അതിനൊരിക്കൽ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആകെ ഫുൾ സൈഡായിപ്പോയി. നല്ലോണം നന്നായി വന്നായിരുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഇപ്പം 8600 സംതിങ് ഉണ്ട് വാവ. അതിപ്പോൾ ഈ നിമിഷം ഒരു പനി വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. അപ്പം മക്കൾ അങ്ങനെയാണല്ലോ, വെയിറ്റ് കുറയും. അത് പ്രീ ടേം ആയതുകൊണ്ടല്ല, പ്രീ ടൈം ആയ ബേബീസും നോർമലായിട്ട് ജനിച്ച ബേബീസും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഫുഡിനെയും അതേപോലെ അവരുടെ നമ്മളെ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ എന്തായാലും കുറേ എനർജി അങ്ങനെ പോകും. അതുകൊണ്ട് വെയിറ്റിൻ്റെ കാര്യത്തിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് ഹെൽത്തി ആയിട്ട് അസുഖമൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ വാവേൻ്റെ ജേർണി അത്രയാണ്. ഇതുവരെ വാവയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. മീൻസ് എല്ലാ കാര്യങ്ങളും സമയത്ത് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ നടന്നു തുടങ്ങിയില്ല, നിൽക്കും, ഒരു സ്റ്റെപ്പൊക്കെ വയ്ക്കും, അത്രേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വയസ്സ് 3 മാസമൊക്കെ ആയുള്ളൂ. 1.5 വയസ്സൊക്കെ ആവും ചില മക്കൾ നടന്നു തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നടന്നില്ല പിന്നെ അപ്പം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും മോള് നടക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. എല്ലാവരും വിചാരിക്കുന്ന പോലെ അസുഖമുള്ള കുട്ടിയല്ല എന്നുള്ളത് പ്രത്യേകം പറയാം. ഇങ്ങനെ ജനിക്കുന്ന മക്കളൊന്നും അസുഖമുള്ള മക്കളല്ല. ഓക്കെ, പിന്നെ ചോദിച്ചുള്ള ചേച്ചിക്ക് എങ്ങനെയാണ് സെർവിക്സ് ഷോർട്ട് ആയത്, അതേപോലെ സെർവിക്സ് ഓപ്പൺ ആയത്, അതിന് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ചെയ്തതെന്ന്. അതൊക്കെ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന ഒരു സംഭവമാണ്. അല്ലാതെ ഞാനിപ്പോൾ ഓവർ ഡാൻസ് കളിച്ചിട്ടോ പാട്ട് പാടിയിട്ടോ തുള്ളി കളിച്ചിട്ടോ ഒന്നുമല്ല. അതൊക്കെ ഹോർമോണൽ ചേഞ്ച്. പക്ഷെ നമുക്ക് അതിന് ഞാൻ എന്താ പറയുക, വീക്ക്ലി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഊരൊക്കെയാണ് ഇഞ്ചക്ഷൻ കേട്ടോ, നമ്മൾ പോയിട്ട് എടുക്കണം. പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ് കഴിക്കാം. പിന്നെ എന്താ പറയുക, നല്ലോണം ബെഡ് റെസ്റ്റ് എടുക്കുക. അതും കുറച്ച് പോർഷൻ പൊന്തിച്ച് വെച്ചിട്ട് പിന്നെ അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറ്റും കാര്യങ്ങളൊക്കെ ഡോക്ടർ തരും. നമ്മുടെ എന്താ പറയുക, ചീരയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ഈ ഒരു സെർവിക്സിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്, എനിക്ക് ഇഞ്ചക്ഷനും അബോർഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ്, അബ്നോർമൽ ആയിട്ടുള്ള പെയിന്, ബാക്ക് പെയിനൊക്കെ പിന്നെ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാവും. അല്ലാതെ ഈ ബ്ലീഡിങ് വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അതേപോലെ നല്ല പെയിൻ, പെൽവിസ് ഭാഗത്തൊക്കെ പെയിൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോയിട്ട് ഡോക്ടറെ കാണിക്കുക കേട്ടോ. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇത്രയും ജേണിയും അതേപോലെ തന്നെ സെർവിക്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ.
അപ്പം നമുക്ക് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറേ വീക്സ് നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റും. നല്ല പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് എന്തായാലും എടുക്കുക. പിന്നെ 2 വീലറിലുള്ള യാത്ര ഒഴിവാക്കുക. ഞാൻ ആ സമയത്ത് കുറച്ച് ബുള്ളറ്റിലൊക്കെ യാത്ര ചെയ്തിരുന്നു, പക്ഷെ അത് കാരണമല്ല, ബട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പം അത്രയാണ്. ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഞാൻ വാവേൻ്റെ വേറെ കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി, കാരണം ഞാൻ 2-3 വീഡിയോ ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പം നിങ്ങൾ എന്താ പറയുക, സ്പീഡായിട്ടോ എങ്ങനെ വേണമെങ്കിലും കണ്ടോളൂ. ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.